നമസ്കാരം. സാക്ഷി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വേളമാനൂർ ഗാന്ധി ഭവൻ്റെ 6ാം വർഷവും 20 ഗോത്ര സമൂഹ വിവാഹത്തിൽ തത്സമയ ദൃശ്യങ്ങളിലേക്ക് എവിടെയും ഞങ്ങൾ വിനീപൂർവ്വം ദൈവമേ കാത്തുകൊള്ളുക, കൈവിടാതിഞ്ഞു ഞങ്ങളെ. നാവികന്നി ഭവാബ്ദിക്കൊരാവിവൻ തോണി നിൻപതം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുളൊടുങ്ങിയാൻ നിന്നിടും ദൃക്ക് പോലുള്ള നിന്നിലാസ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ. ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും എന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും. നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകും ആര്യനും. നീ സത്യം ജ്ഞാനം ആനന്ദം. നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും. വേറല്ല ഓതും മൊഴിയും ഓർക്കി നീ. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപത പുകഴ്ത്തുന്നു ഞങ്ങളങ്ങു ഭഗവാനെ. ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവനപരായണ. ജയിക്കുക ചിദാനന്ദദയാ സിന്ധോ. ജയിക്കുക ആഴമേറും നിൻ മഹസാ ആഴിയിൽ ഞങ്ങളാകവേ. ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. വാഴണം വാഴണം സുഖം. സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ സ്നേഹാശ്രമത്തിന്റെ ഡയറക്ടറും ഏറ്റവും മികച്ച അധ്യാപകനുള്ള ദേശീയ പുരസ്കാര ജേതാവ് കൂടിയായ, ഞങ്ങളെല്ലാം ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പൊതുപ്രവർത്തകനും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ നിറസാന്നിധ്യമായ ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ഡയറക്ടർ പ്രിയങ്കരനായ പത്മാലയം രാജ് സാറിനെ ഏറെ ആദരവോട് ഏറെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. ലോകത്തിലെ തന്നെ അത്ഭുതങ്ങളിൽ ഒന്നായി മാറിക്കൊണ്ടിരിക്കുന്ന പിറന്നു വീണ കുഞ്ഞു മുതൽ 105 വയസ്സ് വരെയുള്ള വിവിധ ജാതി, വിവിധ മതം, വിവിധ ആചാരം, ഇന്ത്യയുടെ നാനാത്വത്തിൽ ഏകത്വത്തിന്റെ ഉത്തമ പ്രതീകമായി ദൈനംദിനം നൂറുകണക്കിന് പേര് അഭയം നൽകിക്കൊണ്ടിരിക്കുന്ന പത്തനാപുരം ഗാന്ധി ഭവന്റെ ബന്ധുക്കളാണ്,
വേദിയിലും സദസ്സിലും ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, നിങ്ങൾ ഓരോരുത്തരെയും കൂപ്പുകൈകളോടെ പത്തനാപുരം ഗാന്ധി ഭവന്റെ എളിയ പ്രവർത്തകരായ ഞങ്ങൾ സഹർഷം സവിനയം സാദരം സ്വാഗതം ചെയ്യും. ബഹുമാന്യരെ, പത്തനാപുരം ഗാന്ധി ഭവൻ എന്ന മഹാപ്രസ്ഥാനത്തിന്റെ ഒരു ചെറുതിരി ഈ വേളമാനൂരിന്റെ മണ്ണിൽ, വേളമാനൂരിലെ പവിത്രവും പരിപാവനവുമായ ശക്തി സ്രോതസ്സായ ദേവീ സന്നിധിയിൽ വെച്ച് അന്നത്തെ സംസ്ഥാന മന്ത്രിയായിരുന്ന ബഹുമാനായ ശ്രീ രാജു അവർകൾ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തിട്ട് 6 വർഷമാവുകയാണ്. വേളമാനൂരിൽ ഭൂമിക്കാരൻ JP അദ്ദേഹത്തിന്റെ തറവാട് ഗാന്ധി ഭവന് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് സ്നേഹാശ്രമം ആരംഭിച്ചത്. അതിനുശേഷം അന്ന് മുതൽ ഇന്ന് വരെ ഈ സ്ഥാപനത്തിന്റെ സാരഥിയായ ഞങ്ങളുടെ ആദരണീയനായ ചെയർമാൻ ശ്രീ B പ്രേമാനന്ദ് വെളമാനൂർ ജംഗ്ഷന് സമീപം നെട്ടയം റോഡിൽ, ഈ റോഡ് സൈഡിൽ ഇവിടെ വില വാങ്ങിയ 20 സെന്റ് സ്ഥലത്ത് ഇന്നാട്ടിലെ സുമനസ്സുകൾ ഞങ്ങളുടെ അച്ഛനമ്മമാരുടെ ഭക്ഷണത്തിനും മരുന്നിനും വസ്ത്രത്തിനും മേലിൽ തരുന്ന പൈസ ഉറുമ്പ് അരിമണി സൂക്ഷിക്കുന്നത് പോലെ സൂക്ഷിച്ചാണ് ഇന്ന് നമ്മൾ ഇരിക്കുന്ന ഈ കെട്ടിടം പണിതത്. 1 വർഷം മുമ്പ് കഴിഞ്ഞ 10-ാം ഉദയത്തിന് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഗാന്ധി ഭവന്റെ എല്ലാമായ സോമരായ സാർ ഭദ്രദീപം കൊളുത്തി ഞങ്ങൾ ഇവിടെ ആരംഭിക്കുകയായിരുന്നു. അന്ന് വലിയ ചടങ്ങുകളോ ഉദ്ഘാടനമോ ഒന്നും നടത്തുവാൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ തിരക്കിനിടയ്ക്ക് ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ഈ ഒരു വർഷം ഞാൻ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചു 20 അച്ഛനമ്മമാർ. കൂടുതൽ കാര്യങ്ങളൊന്നും അതിനെക്കുറിച്ച് ഞാൻ പറയില്ല. ത്രിതല പഞ്ചായത്തുകളും പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും മെഡിക്കൽ കോളേജുകളിൽ നിന്നും ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ അച്ഛനമ്മമാർ സമ്പത്ത് അധികരിക്കുമ്പോ അച്ഛനെയും അമ്മയും നോക്കാതെ സമ്പത്തിന് വേണ്ടി ഞങ്ങൾ ഏറ്റെടുത്തവരല്ല. പോലീസ് സ്റ്റേഷനും ത്രിതല പഞ്ചായത്തുകളും ഗവൺമെന്റ് മെഡിക്കൽ കോളേജും ഞങ്ങൾക്ക് തന്ന് ഞങ്ങൾ 2 കൈ നീട്ടി സ്വീകരിച്ച ഞങ്ങളുടെ 20 അച്ഛനമ്മമാർ താമസിക്കുന്ന പുണ്യഭൂമി. ഇത് വേളമാനൂരിന്റെ ഒരു സാംസ്കാരിക കേന്ദ്രമാണ്. കഴിഞ്ഞ 6 വർഷം കൊണ്ട് വളരെ വിനയത്തോടെയും ആദരവോടും കൂടി പറയട്ടെ, ഈ നാട്ടിലെ 10 കുട്ടികൾക്ക്, പഠിക്കാൻ പ്രയാസമുള്ള മിടുക്കരായ 10 കുട്ടികൾക്ക് എല്ലാ മാസവും 1-ാം തീയതി ഈ ഓഫീസിൽ നിന്ന് ഇതിന്റെ മാനേജർ 1000 രൂപ വീതം കവറിലിട്ട് കൊടുക്കുന്നു. കുട്ടിയെ വികസന സമിതി അംഗങ്ങൾക്ക് പോലും കുട്ടിയെ പരിചയപ്പെടുത്താതെ, മറ്റാരും അറിയാതെ ആ കുട്ടിക്ക് പഠിക്കാൻ വേണ്ടി പ്രതിമാസം 1000 രൂപ ഇവിടെ നിന്ന് കൊടുത്തു വരുന്നു. അത് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജില് 3-ാം വർഷം MBBS പഠിക്കുന്ന കുട്ടി മുതൽ ഒട്ടനവധി കുട്ടികളുണ്ട്. 50 കുട്ടികൾ എല്ലാ ഞായറാഴ്ചയും ഇവിടെ സൗജന്യമായി നൃത്തം പഠിക്കുന്നു, സംഗീതം പഠിക്കുന്നു, ചിത്രരചന പഠിക്കുന്നു. ദീർഘകാലം വിവിധ വിദ്യാലയങ്ങളിൽ അധ്യാപകനായിരുന്നു. സംസ്ഥാന റിസോഴ്സ് പേഴ്സണായ കരവാരത്തുള്ള ജയപ്രകാശ് സാറാണ് 1 രൂപ പ്രതിഫലം വാങ്ങാതെ കൈനീട്ടം കൊടുത്ത പൈസ പോലും സ്നേഹാശ്രമത്തിന് നൽകിക്കൊണ്ട് ഇവിടെ ഈ ക്ലാസുകൾ നയിക്കുന്നത്. സരസ്വതി ടീച്ചർ ഇവിടെ പഠിപ്പിക്കുന്ന നൃത്ത വിദ്യാർത്ഥികൾ ഇന്ന് ഈ പരിപാടി കഴിയുമ്പോൾ ഇവിടെ നൃത്തം അവതരിപ്പിക്കുന്നുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ ജൽ ശിക്ഷൺ സംസ്ഥാനത്തിന്റെ പേരിൽ കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ബ്യൂട്ടീഷ്യൻ കോഴ്സ് 1 പൈസ പ്രതിഫലം വാങ്ങാതെ 2 ബാച്ച് പൂർത്തീകരിച്ചു. 40 കുട്ടികൾ ഇവിടെ പഠിച്ച് ബ്യൂട്ടീഷ്യൻ കോഴ്സ് കഴിഞ്ഞു. 1000 പുസ്തകങ്ങളുള്ള ഒരു ഗ്രന്ഥശാല ഇവിടെ പ്രവർത്തിക്കുന്നു. ഒട്ടനവധി വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് ഈ ഗ്രന്ഥശാല ഉപയോഗിക്കുന്നു, വായനശാല ഉപയോഗിക്കുന്നു. ഇതിനെല്ലാം ഉപരി കഴിഞ്ഞ 6 വർഷം കൊണ്ട് എന്ത് നേടി എന്ന് ചോദിച്ചാൽ, ഈ പരിസരത്തുള്ള 15 വിദ്യാലയങ്ങൾ, നിങ്ങളുടെയൊക്കെ മക്കൾ പഠിക്കുന്ന, നിങ്ങൾ പഠിക്കുന്ന പകൽക്കുറി ഹൈസ്കൂൾ ആയാലും, പള്ളിക്കൽ ഹൈസ്കൂൾ ആയാലും, മടവൂർ ഹൈസ്കൂൾ ആയാലും,
പാരിപ്പള്ളി, അമൃത, എഴിപ്പുറം, പാളയംകുന്ന്, നാവായിക്കുളം ഈ സ്കൂളിലെ കുട്ടികൾ മാസത്തിൽ ഒരു ദിവസം ഈ കുട്ടികൾ ഇവിടെ വരാനുള്ള സംവിധാനം ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ മാസവും കുട്ടികൾ മാറി മാറി വരികയാണ്. കുട്ടികൾ എന്തിനു വരുന്നു എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ അച്ഛനമ്മമാർക്ക് അവരിൽ നിന്ന് കിട്ടുന്ന സ്നേഹം, മറിച്ച് ഞങ്ങളുടെ അച്ഛനമ്മമാര് അവർ പഠിക്കുമ്പോൾ അവർ എത്ര പഠിച്ചാലും ഇവിടെ IAS പാസ്സായ കുട്ടിയുണ്ട്, ആ കുട്ടിക്ക് പോലും കിട്ടാത്ത ഒരുപാട് അറിവുകൾ ഈ 20 അച്ഛനമ്മമാരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഈ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. നാളെ മനുഷ്യരോട് എങ്ങനെ പെരുമാറണമെന്ന് ആ കുട്ടികൾ തിരിച്ചറിയും. അത്തരം ഒരു മഹത് സംഭവം ഇവിടെ നടക്കുന്നു. അതുപോലെ തന്നെ കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, പാരിപ്പള്ളി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, ആയുർവേദ ഹോസ്പിറ്റല്, കൊല്ലം ജില്ലാ ആശുപത്രി, ഇവിടുത്തെ എല്ലാം പ്രധാന ഡോക്ടർമാർ ഇവിടെ വന്ന് മാസത്തിൽ ഒരിക്കൽ ഇവിടെ ക്യാമ്പ് നടത്തുന്നു. ഇവിടുത്തെ അച്ഛനമ്മമാർക്ക് മാത്രമല്ല ഈ നാടിനും അത് പ്രയോജനപ്പെടുന്നു. തിരുവനന്തപുരം RCC ഇവിടെ വന്ന് ക്യാൻസർ ഡിറ്റക്ഷൻ ക്യാമ്പ് നടത്തി 180 പേരെ പരിശോധിച്ചു. 12ഓളം പേർക്ക് രോഗത്തിന്റെ തുടക്കമുണ്ടായിരുന്നു. സൗജന്യമായി അവരെ ചികിത്സിച്ച് ആ രോഗം മാറ്റിക്കാൻ കഴിയും. ഇതൊക്കെ ഈ സ്നേഹാശ്രമം ചെയർമാൻ വാങ്ങിത്തന്ന ഈ 20 സെന്റ് സ്ഥലത്ത് ഈ കൊച്ചു കെട്ടിടത്തിൽ നടക്കുന്ന പ്രവർത്തനമാണ്. വളരെ ലാഘവത്തോടെ ഇതൊരു അനാഥാലയം എന്ന് പറയുമ്പോ ഞാൻ മനസ്സിൽ കൈവച്ച് ഞങ്ങൾ പറയും, നമ്മളെക്കാൾ ആരെക്കാളും സനാഥരാണ് ഇവിടെ താമസിക്കുന്ന 20 പേര്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ഡോക്ടർ TK നായർ സാർ ഉൾപ്പെടെ, ഋഷിരാജ് സിംഗ് ഉൾപ്പെടെ, ഇന്ന് ശബരിമലയിൽ മേൽശാന്തിയായിരിക്കുന്ന ബ്രഹ്മശ്രീ അരുൺ നമ്പൂതിരി ഉൾപ്പെടെ ഒട്ടനവധി മഹത് വ്യക്തികൾ ഈ മണ്ണിൽ വന്ന് ഞങ്ങളുടെ അച്ഛനമ്മമാരെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ അറിയണം. ഇവിടെ ഒരുപാട് പേര് നിത്യവും പല പരിപാടികളും നടത്തുന്നുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സ്നേഹാശ്രമം അത്തരത്തിൽ 20 അച്ഛനമ്മമാരല്ല 50 അച്ഛനമ്മമാരെ താമസിപ്പിക്കാനുള്ള അനുവാദം പത്തനാപുരം ഗാന്ധി ഭവൻ കേരള ഗവൺമെന്റിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങി തന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും സഹകരിക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ ഞങ്ങൾക്ക് അത് കഴിയും. വേണമോ വേണ്ടയോ എന്ന് ചോദിച്ചാൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നിന്ന് തന്ന 10 അപേക്ഷ ഇപ്പോഴും ഞങ്ങളുടെ കയ്യിലിരിക്കുകയാണ്. അവിടെ ചികിത്സയ്ക്ക് കൊണ്ടുവന്നിട്ട് ഏറ്റെടുക്കാൻ ആളില്ലാതെ ഉള്ളത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ സ്നേഹാശ്രമത്തെ കുറിച്ച് ഞാനൊന്ന് സൂചിപ്പിച്ചത് മാത്രം. ഇവിടുത്തെ വിവാഹത്തിന്റെ കാര്യങ്ങളെല്ലാം സോമരായ സാറ് എത്താൻ കഴിയത്തില്ല. ഗാന്ധി ഭവന്റെ അമ്മ പ്രസന്ന സോമരാജൻ എത്തിയിട്ടുണ്ട്. ഗാന്ധി ഭവൻ ഇന്റർനാഷണൽ ട്രസ്റ്റിന്റെ ഷാഹിദ കമാൽ മാഡം എത്തിയിട്ടുണ്ട്. അതിന്റെ ഓഫീസേഴ്സ് എല്ലാം ഉണ്ട്. അവർ പറയും. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഞാൻ സ്നേഹാശ്രമത്തെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഇന്ന് ഈ ചടങ്ങ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്ത് ഈ വിവാഹങ്ങൾക്കെല്ലാം മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് കേരള മന്ത്രി എന്ന് പറയുന്നതിനുപരി ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരു സഹോദരി എന്ന പദത്തിന്റെ എല്ലാ അർത്ഥത്തോടും ഞങ്ങൾ കാണുന്ന ആദരണീയായ ശ്രീമതി J. ചിഞ്ചുറാണിയാണ്. ഇതൊരു ഭംഗിവാക്കല്ല, ഇതൊരു സ്വാഗതം പറച്ചിലല്ല. J. ചിഞ്ചുറാണി എന്ന ഞങ്ങളുടെ സഹോദരി കേരളത്തിലെ മന്ത്രിയായി 6 മാസം തികയുന്നതിന് മുമ്പ് ഈ സ്നേഹാശ്രമത്തിൽ ഞങ്ങളുടെ പഴയ കെട്ടിടത്തിൽ നടന്നു കയറാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന കെട്ടിടത്തിൽ വന്ന് ഞങ്ങളുടെ അച്ഛനമ്മമാരോടൊപ്പം ഓണസദ്യ കഴിച്ച മഹതിയാണ്. മറക്കില്ല ഞങ്ങൾ ഒരിക്കലും. ഒരു മന്ത്രിയുടെ യാതൊരു ഗർവം കാണിക്കാതെ ഈ സ്നേഹാശ്രമത്തിൽ വന്ന് ഞങ്ങളുടെ അച്ഛനമ്മമാരെ ചേർത്ത് പിടിച്ച് അവരോടൊപ്പം ഭക്ഷണം കഴിച്ചു പോയ J. ചിഞ്ചുറാണി കേരളത്തിന്റെ ആദരണീയായ മിനിസ്റ്റർ ആണെങ്കിലും ഞങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന സഹോദരിയാണ്. ആ സഹോദരിയാണ് ഇന്ന് ഈ ഭദ്രദീപം കൊളുത്തുന്നത്. അങ്ങേയറ്റത്തെ ആദരവോടുകൂടി കേരളത്തിന്റെ സമാരാധ്യയായ ശ്രീമതി J. ചിഞ്ചുറാണിയെ ഈ ചടങ്ങിലേക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് സ്വാഗതം ചെയ്യും. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ഇതിന്റെ എല്ലാം സാരഥിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 20 സെന്റ് സ്ഥലം ഏകദേശം 15 ലക്ഷം രൂപ കൊടുത്ത്
20 സെന്റ് സ്ഥലം ഇത് വാങ്ങി തന്നത് കൊണ്ടാണ് ഇവിടെ ഈ ചടങ്ങ് നടക്കുന്നത്. അത് ഞങ്ങളുടെ ചെയർമാൻ ശ്രീ ബി പ്രേമാനന്ദാണ്. ഇത്തരമൊരു വിവാഹം ഇവിടെ നടത്തണമെന്ന് ഗാന്ധി ഭവൻ ഞങ്ങളോട് നിർദ്ദേശിച്ചപ്പോ ആദ്യം തന്നെ ഞങ്ങളുടെ ചെയർമാൻ പറഞ്ഞത് 20 വധൂവരന്മാരുടെയും ഇവിടെ താമസിക്കുന്ന 20 അച്ഛനമ്മമാരുടെയും ആ അച്ഛനമ്മമാരെ നോക്കുന്ന ഇവിടത്തെ 6 സ്റ്റാഫുകൾക്കും വസ്ത്രം ഞാൻ വാങ്ങിക്കൊടുക്കുമെന്നാണ്. അങ്ങനെ ഓരോ ദിനവും ഒരു കണക്ക് നോക്കാതെ ഇതിനെ സഹകരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാമായ ഇതിന്റെ ചെയർമാൻ ശ്രീ ബി പ്രേമാനന്ദ് അവരുടെ ഔപചാരികതയുടെ പേരിൽ ചടങ്ങിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. ഈ ചടങ്ങിൽ മുഖ്യമായി പങ്കെടുക്കുന്നത് ആദരണീയനായ ചാത്തന്നൂരിന്റെ MLA ശ്രീ GS ജയലാൽ അവர்களാണ്. ശ്രീ GS ജയലാലിനെ ഒറ്റവാക്കിൽ സ്വാഗതം പറയാൻ എനിക്ക് കഴിയില്ല. ഞാനും 2 പെൺമക്കളുടെ വിവാഹം നടത്തിയതാണ്. പക്ഷെ GS ജയലാൽ ആവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. GS ജയലാൽ സാറിന് അല്ലെങ്കിൽ സാറിന് ഒരു മകളേ ഉള്ളൂ. ആ മകളുടെ വിവാഹം കഴിഞ്ഞിട്ട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകളും മരുമകനും ഓടിയെത്തിയത് ഗാന്ധി ഭവൻ സ്നേഹാശ്രമം വേളമാനൂരിലാണ്. ഒരു മാതൃകയായി, ഒരു ജനപ്രതിനിധിക്ക് മാതൃകയായി വാക്കും പ്രവൃത്തിയും ഒന്നായിരിക്കണമെന്ന് ഉത്തമ ദൃഷ്ടാന്തത്തോടെ സ്വന്തം മകളുടെ വിവാഹം അതിലളിതമായി നടത്തി ഈ സ്നേഹാശ്രമത്തിലെ അച്ഛനമ്മമാരെ കാണാൻ വന്ന ശ്രീ GS ജയലാൽ ഞങ്ങൾക്ക് സ്വന്തമാണ്. ആ സ്നേഹത്തോടെ ആദരവോടെ ശ്രീ GS ജയലാൽ അവരുടെ സ്നേഹാശ്രമത്തിന്റെ സാമ്പത്തിക കാര്യങ്ങളെല്ലാം നോക്കുന്ന രാജേന്ദ്രകുമാർ സാറ് പൊന്നാട ചാർത്തി സ്വാഗതം ചെയ്യും. ശ്രീമതി ചിഞ്ചുറാണിക്ക് പൊന്നാട ചാർത്തിയത് ഞങ്ങളുടെ സെക്രട്ടറിയും ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുൻ വൈസ് പ്രസിഡന്റും നടക്കൽ ബാങ്കിന്റെ ബോർഡ് മെമ്പറും ഈ നാട്ടിലെ പൊതുപ്രവർത്തകനുമായ ശ്രീ PM രാധാകൃഷ്ണൻ അവர்களാണ്. ശ്രീ അടുത്തതായി ഗാന്ധി ഭവൻ ഇന്റർനാഷണൽ ട്രസ്റ്റിന്റെ സമാദരണീയായ ചെയർപേഴ്സൺ, കേരള വനിതാ കമ്മീഷന്റെ അധികാരമല്ല, കേരള വനിതാ കമ്മീഷൻ ഇവിടുത്തെ സ്ത്രീകൾക്ക് എന്ത് ചെയ്തു കൊടുക്കാമെന്ന് 5 വർഷം കൊണ്ട് തെളിയിച്ച എല്ലാവരുടെയും ഹൃദയത്തിൽ കടന്ന ശ്രീ ഷാഹിദ കമാൽ അവരുടെ ഇന്ന് രാവിലെ മുതൽ ഞങ്ങളോടൊപ്പമുണ്ട്. ഇന്നലെ പലവട്ടം വിളിച്ച് ഞങ്ങളോട് ബന്ധപ്പെട്ട് പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത ശ്രീമതി ഡോക്ടർ ഷാഹിദ കമാലിനെ സ്നേഹാശ്രമത്തിന്റെ വികസന സമിതി അംഗം ശ്രീ അനിൽകുമാർ പൊന്നാട ചാർത്തി സ്വാഗതം ചെയ്യും. കരുവാതക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി N ശാന്തിനി ഞങ്ങളുടെ സ്വന്തം സഹോദരിയാണ്. എല്ലാ കാര്യത്തിനും ഞങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്ന ശ്രീമതി N ശാന്തിനിയെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുൻ വൈസ് പ്രസിഡന്റും ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ശ്രീമതി സരിതാ പ്രതാപിനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ കരുവാതക്കൽ പഞ്ചായത്തിനെ ഈ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരി ശ്രീമതി റീന മംഗലത്തിനെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഇനി ഈ ചടങ്ങ് ഇവിടെ നടക്കുമ്പോ 20 യുവതീ യുവാക്കളുടെ വിവാഹം പോലെ ഞങ്ങൾക്ക് വളരെ പ്രാധാന്യവും അഭിമാനവും സന്തോഷവും ഉള്ളൊരു കാര്യമുണ്ട്. ഈ വേളമാനൂരിന്റെ മണ്ണിൽ ജനിച്ചു വളർന്ന ഒരു എഞ്ചിനീയർ എന്ന നിലയിൽ, ഒരു ആർക്കിടെക്ട് എന്ന നിലയിൽ, ഒരു കോൺട്രാക്ടർ എന്ന നിലയിൽ വേളമാനൂരിൽ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെയൊക്കെ സ്വന്തം അയ്യപ്പൻ സാർ ഇവിടെ ഒരു ബിൽഡിംഗ് കെട്ടാൻ ഒരുങ്ങിയപ്പോ അയ്യപ്പൻ സാറിനോടാണ് ഞാൻ ഒരു ആഗ്രഹം പറഞ്ഞത്. ഒരു നയാ പൈസ പ്രതിഫലം വാങ്ങാതെ നമുക്ക് ആ ബിൽഡിംഗിന്റെ പ്ലാൻ വരച്ചു തന്നെയാളാണ് ശ്രീ അയ്യപ്പൻ. അദ്ദേഹത്തിന്റെ ഏക മകൾ ദേവിക പ്രിയദർശിനി ഇക്കഴിഞ്ഞ സിവിൽ സർവീസ് പരീക്ഷയിൽ 95ാം റാങ്ക് നേടി IAS പഠിക്കാനായി പോവുകയാണ്. ഈ മണ്ണിൽ ദേവിക പ്രിയദർശിനിയെ ആദരിക്കുന്നതിൽ, അനുമോദിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഉപഹാരം പിന്നീട് കൊടുക്കും. ഇപ്പോ പൊന്നാട ചാർത്തും.
ഗാന്ധി ഭവൻ നിങ്ങൾ സന്ദർശിച്ചാൽ കേരളത്തിലെ 20 ബ്രാഞ്ചുകളിലും പത്തനാപുരത്ത് താമസിക്കുന്ന 2000-ഓളം ഗാന്ധി ഭവൻ അന്തേവാസികൾക്ക് അവർ ഹൃദയം കൊണ്ട് അമ്മ എന്ന് വിളിക്കുന്ന ഒരു മാന്യദേഹമുണ്ട്. അത് ഗാന്ധി ഭവന്റെ മാനേജിംഗ് ട്രസ്റ്റിയായ നമ്മുടെ സോമരാജ സാറിന്റെ ജീവിത പങ്കാളിയായ ശ്രീമതി പ്രസന്ന സോമരാജനാണ്. ഇവിടെ സാന്നിധ്യം കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട്. ശ്രീമതി പ്രസന്ന സോമരാജൻ ഗാന്ധി ഭവന്റെ അമ്മയെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഗാന്ധി ഭവന്റെ ഒട്ടനവധി പ്രമുഖ വ്യക്തികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിന്റെ സിഇഒ ഡോക്ടർ വിൻസെന്റ് ഡാനിയൽ സാറ്, തഹസിൽദാരായിരുന്ന ശശിധരൻ സാറ്, വിവിധ ബ്രാഞ്ചുകളുടെ ഡയറക്ടർമാരെല്ലാം സമയക്കുറവ് കൊണ്ട് അതിലേക്കൊന്നും കടക്കുന്നില്ല. അവരൊക്കെയാണ് ഇത് നടത്തുന്നത്. അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഈ വിവാഹം 20 പേരുടെ വിവാഹം, നമ്മുടെ വീട്ടിൽ ഒരു മകളുടെ വിവാഹം നടക്കുന്ന എല്ലാ ചിട്ടവട്ടങ്ങളോടും കൂടി ഇന്ന് വേളമാനൂർ ജംഗ്ഷനിൽ നിന്ന് 100 കണക്കിന് അമ്മമാരും സഹോദരിമാരും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സ്വീകരിച്ച് ഇവിടെ കൊണ്ടുവന്ന ഈ വിവാഹം നടത്തുന്നതിന് 10 ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് ചെലവുണ്ട്. ഇത് ഏറ്റെടുക്കുമ്പോ വലിയ ആശങ്ക ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ആശങ്ക അസ്ഥാനത്താക്കിക്കൊണ്ട് ഞങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ഒരുപാട് വ്യക്തികളുണ്ട്. എല്ലാവരുടെയും പേരൊന്നും ഞങ്ങളിവിടെ പറയുന്നില്ല. എങ്കിലും 1.5 ലക്ഷം രൂപ നൽകി 2 വിവാഹത്തിന് ഞങ്ങൾക്ക് സപ്പോർട്ട് നൽകിയ, ഞങ്ങൾ ഒരു വിവാഹം സ്പോൺസർ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ വേണ്ട 2 വിവാഹം സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞ അമ്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ എല്ലാമായ ശ്രീ VS സന്തോഷ് കുമാർ, അദ്ദേഹം ഔദ്യോഗിക തിരക്കുകൾക്കിടയിൽ എത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ധർമ്മപത്നി ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ സ്വാഗതം ചെയ്യും. സ്നേഹാശ്രമത്തിന്റെ ആത്മബന്ധു, സ്വന്തം അമ്മയുടെയും അമ്മയുടെ ചരമവാർഷികവും മക്കളുടെ വിവാഹവും എല്ലാം ഇവിടെ വന്ന് ഞങ്ങളുടെ അച്ഛനമ്മമാർക്ക് ഊണ് കൊടുത്ത് നടത്തുന്ന കൊട്ടിയത്തെ ഞങ്ങളുടെ സ്വന്തം ശ്രീ പളനിസ, പത്മ ജുവലറിയുടെ എല്ലാമായ ശ്രീ എസ് പളനിയും അദ്ദേഹത്തിന്റെ ധർമ്മപത്നിയും എത്തിയിട്ടുണ്ട്. ആദരവോടെ ഞങ്ങൾക്ക് 1 ലക്ഷം രൂപ തന്ന് ഞങ്ങളെ സഹായിച്ച അവരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. പുത്തംകുളത്ത് നമ്മുടെ നാടിനാകെ മാതൃകയായ വലിയ ഒരു ഓഡിറ്റോറിയവും കായിക രംഗത്ത് ഒരു പ്രതിഭാസവും അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആർക്കിടെക്റ്റായും എഞ്ചിനീയറായും ഒക്കെ പ്രവർത്തിക്കുന്ന ശ്രീമതി സിന്ധു സുധീൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ശ്രീമതി സിന്ധു സുധീൻ ഒരു നല്ല ഹൃദയത്തിന് ഉടമയാണ്. ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ ഹൃദയാലുവായ ശ്രീമതി സിന്ധു സുധീനെ ഈ വിവാഹം സ്പോൺസർ ചെയ്യാൻ മുമ്പോട്ട് വന്നവരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. കേരളമാകെ പ്രശസ്തമായ ഒട്ടനവധി ചലച്ചിത്ര താരങ്ങളുടെ വണ്ടി, അവർ സഞ്ചരിക്കുന്ന വാഹനം ഏറ്റവും ആധുനികമായ രൂപത്തിൽ തയ്യാറാക്കി കൊടുക്കുന്ന പാരിപ്പള്ളിയുടെ അഭിമാനം ഷാംസിന്റെ ഉടമ ശ്രീ ശ്യാം ഈ സ്ഥാപനം തുടങ്ങിയ കാലം മുതൽ ഞങ്ങളുടെ ബന്ധുവാണ്. ഇതിന്റെ പ്രാരംഭകാലത്ത് ആഹാരം കൊടുക്കാൻ വകയില്ലാത്തപ്പോ ഞങ്ങളെയും കൊണ്ട് പലരെയും കാണാൻ പോയ ആളാണ് ശ്രീ ശ്യാം. ആദരവോടെ ശ്രീ ശ്യാമിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ നടക്കുന്ന ഈ 20 വധൂവരന്മാരെ, യുവതീ യുവാക്കളെ അണിയിച്ചൊരുക്കുന്നത് ചലച്ചിത്ര ടെലിഫിലിം മേക്കപ്പ് ആർട്ടിസ്റ്റായ ശ്രീമതി ബനാസിറ ജലാല. 1 നയാ പൈസ വാങ്ങാതെ ഒരു പുണ്യകർമ്മം എന്ന നിലയിൽ ഏറ്റെടുത്ത് ഇന്നലെ മുതൽ ഇവിടെ താമസിച്ച് ഇതിനു വേണ്ടി എല്ലാ ശ്രമവും നടത്തുന്ന ഓയൂർ സാഗര മേക്കപ്പ് അക്കാദമി, അവിടുത്തെ ക്ലാസ് നടത്തുന്ന ശ്രീമതി ബനാസിറ ജലാലിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അവരിവിടെ ഉണ്ടെങ്കിൽ ദയവായി ഇവിടെ എത്തണം. അവരില്ലെങ്കിൽ അവരെ അവരാക്കുന്ന അവരുടെ ജീവിത പങ്കാളി ഇവിടെ ഉണ്ട്. ദയവായി വേദിയിലേക്ക് വരണമെന്ന് അപേക്ഷിക്കുന്നു. ഒട്ടനവധി പത്രബന്ധുക്കൾ, ചാനലുകൾ കൊല്ലം കേന്ദ്രീകരിച്ചും കല്ലമ്പലം കേന്ദ്രീകരിച്ചും ഓൺലൈൻ മാധ്യമങ്ങൾ നടത്തുന്നവരും കഴിഞ്ഞ ഒരാഴ്ചയായി ഈ വിവാഹത്തെ ഏറ്റെടുത്ത് സമൂഹ മധ്യത്തിൽ എത്തിക്കുന്നുണ്ട്. എല്ലാവരോടും ഞങ്ങൾക്ക് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്.
ഈ സ്ഥാപനത്തോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിന് ദൈവത്തിന്റെ കയ്യൊപ്പ് നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ പത്ര, ചാനൽ, ഓൺലൈൻ ബന്ധുക്കളെയും ആദരവോടെ സ്വാഗതം ചെയ്യും. ഗാന്ധി ഭവന്റെ ഒട്ടനവധി ബന്ധുക്കൾ, വിവിധ സ്ഥാപനങ്ങളുടെ ചെയർമാൻമാർ, മാനേജർമാർ, സ്റ്റാഫുകൾ എത്തിയിട്ടുണ്ട്. സമയക്കുറവുകൊണ്ട് ആരെയും മെൻഷൻ ചെയ്യുന്നില്ല. എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് സ്വാഗതം ചെയ്യുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇവിടെ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ചിത്രകലയും പ്രവൃത്തി പരിചയവും നടത്തുന്ന ശ്രീ ജയപ്രകാശ് കലവാരൻ സാറ് ഇവിടെയുണ്ട്. ആദരവോടെ ആ നല്ല മനുഷ്യന്റെ മുമ്പിൽ തലകുനിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ വിവാഹം നടക്കുന്ന 20 പേരുടെയും രജിസ്ട്രേഷൻ ഇന്നവർ ആ വിവാഹ സദ്യ കഴിച്ച് പോകുന്നതിന് മുമ്പ് അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുക. ഞായറാഴ്ചയാണ്, അവധി ദിവസമാണ്, പ്രകൃതി നമുക്ക് അനുകൂലമല്ല. എന്നിട്ട് പോലും കല്ലുപാതക്കൽ ഗ്രാമപഞ്ചായത്തിലെ സെക്രട്ടറി ഹൃദയം കൊണ്ട് ഞങ്ങൾ പറയുകയാണ്. സെക്രട്ടറിയോട് ഞങ്ങൾ പറഞ്ഞപ്പോ എഴുന്നേറ്റ് നിന്ന് ഞങ്ങൾ അത് ചെയ്യുമെന്ന് പറഞ്ഞ കല്ലുപാതക്കൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അവിടുത്തെ സ്റ്റാഫ് ഇവിടെ വന്ന് ഇന്നലെ മുതൽ അവർ ഈ പ്രവൃത്തി ചെയ്യുന്നു. ഒരു വിവാഹം രജിസ്റ്റർ ചെയ്യാൻ 1 മണിക്കൂർ എടുക്കും എന്ന് നമ്മൾ ഓർക്കണം. ആ എല്ലാ സ്റ്റാഫിനെയും കല്ലുപാതക്കൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെയും ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യരെ, ഞാൻ നിർത്തുന്നു. ഇന്ന് ഇവർ വേളമാനൂർ വന്നിറങ്ങിയപ്പോ ഈ മനോഹരമായ വാദ്യമേളം ഈ മഴയ്ക്ക് ഇവിടെ നൽകിയത് കിഴക്കനല പാർത്ഥസാരഥി കലാക്ഷേത്രവും അതിന്റെ എല്ലാമായ ഞങ്ങളുടെ കൊച്ചനുജൻ അഭിറാമുമാണ്. നയാ പൈസ പ്രതിഫലം വാങ്ങാതെ ആ പുണ്യകർമ്മം ചെയ്ത അഭിറാമിനെയും കലാകാരന്മാരെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. ഒരുപാട് പേരെ ഞങ്ങൾക്ക് പറയേണ്ടതുണ്ട്. ഇനി ഞാൻ നീട്ടിയാൽ എനിക്ക് അടി കിട്ടുമെന്നുള്ളത് ഞാൻ നീട്ടുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. 6 വർഷം മുമ്പ് സോമരായ സാർ ഇത് തുടങ്ങി ഞങ്ങളെ 13 പേരെ ഇത് ഏൽപ്പിക്കുമ്പോ ഒരു ആദ്യത്തെ മാസം ഇവർക്ക് എങ്ങനെ അന്നം കൊടുക്കുമെന്ന് ഞങ്ങൾ ആകാശത്ത് നോക്കി ദൈവത്തിന്റെ മുമ്പിൽ കൈകൂപ്പിയിട്ടുണ്ട്. ഒരു ദിവസം ഞങ്ങൾ പാരിപ്പള്ളിയിൽ നിന്ന് പ്രയാണം ആരംഭിച്ചു. ഓരോ മഹത് വ്യക്തികളെയും കണ്ട് സഹായിക്കണം. പാരിപ്പള്ളിയിലെ പങ്കജ് ഏജൻസീസ് 1 വർഷം ഇവിടുത്തെ അച്ഛനമ്മമാർക്ക് ആവശ്യമായ ആഹാരം സൗജന്യമായി നൽകി. അങ്ങനെ ഒട്ടനവധി വ്യക്തികൾ നൽകി. ഞങ്ങൾ നടന്ന് കുളമട എത്തിയപ്പോ ഒരു ദൈവം ഞങ്ങളുടെ മുമ്പിൽ അവതരിച്ചു. ഞങ്ങൾക്ക് ദൈവമാണ്. വേളമാനൂർ ശ്രീശൈലത്തിൽ താമസിക്കുന്ന ശ്രീ VM പിള്ള അതുവഴി വാഹനത്തിൽ വന്നു. തിരുവോണം രാമചന്ദ്രൻ പിള്ള ഞങ്ങളുടെ വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ളവരെ കണ്ടു. വാഹനം നിർത്തി. എന്താ നിങ്ങൾ നടക്കുന്നതെന്ന് ചോദിച്ചു. കാര്യം പറഞ്ഞു. 1 ലക്ഷം രൂപ അപ്പോഴും ചെക്ക് എഴുതി ഞങ്ങൾക്ക് തന്നു. അതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയില്ല. ആ മാസം ഞങ്ങളുടെ സ്റ്റാഫിന് എങ്ങനെ ശമ്പളം കൊടുക്കും, എങ്ങനെ അരി വാങ്ങുമെന്ന് കരുതിയപ്പോഴാണ് ശ്രീ VM പിള്ള അത് നൽകിയത്. ആദരവോടെ അത് സ്മരിക്കുന്നു. നീണ്ടുപോയതിൽ ദയവായി ക്ഷമിക്കുക. ഇതിന്റെ ഒരു പ്രവർത്തകൻ എന്ന നിലത്തിൽ എനിക്കിത് പറയാതിരിക്കാൻ നിർവാഹമില്ല. നിങ്ങൾ ഓരോരുത്തരുമാണ് ഈ സ്ഥാപനത്തിന്റെ ദൈവം. നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളെയല്ല. ഞങ്ങൾ സോമരാജൻ സാറും ഗാന്ധി ഭവൻ ഇന്റർനാഷണൽ ട്രസ്റ്റും നിയോഗിച്ച വികസന സമിതി അംഗങ്ങൾ. ഞങ്ങൾ മാറി വരാം. ഞങ്ങൾ സാധാരണക്കാരാണ്. പക്ഷേ ഈ സ്ഥാപനം, ഇവിടെ താമസിക്കുന്ന അച്ഛനമ്മമാരെ നിങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുക്കണം. ഇനിയും ഈ സ്ഥാപനം നമ്മുടെ ദേവീക്ഷേത്രം പോലെ, നമ്മുടെ ഗവൺമെന്റ് UPS പോലെ വേളമാനൂരിന്റെ അഭിമാനമായി ഈ സ്ഥാപനം മാറാൻ നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ, ഞങ്ങളുടെ അച്ഛനമ്മമാരോടൊപ്പം ഉണ്ടാകണമേ എന്ന് കൈകൂപ്പി അപേക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം. അധ്യക്ഷ പ്രസംഗത്തിനായി ശ്രീ ചെയർമാൻ B. പ്രേമാനന്ദ അവர்கள். ഏറെ ബഹുമാനിയായ ക്ഷീരവികസന വകുപ്പ് മന്ത്രി, ഞങ്ങളെല്ലാം വളരെ ആദരവോടുകൂടി വളരെ സ്നേഹത്തോടുകൂടി നോക്കിക്കാണുന്ന
ഞങ്ങളുടെ എല്ലാം പ്രിയ സഹോദരി ചിഞ്ചുറാണി അവർ, ഏറെ പ്രിയപ്പെട്ട നമ്മുടെ നാടിൻ്റെ പ്രിയങ്കനായ പുത്രൻ, നമ്മുടെ പ്രിയപ്പെട്ട MLA GS ജലാൽ അവർ, ഏറെ പ്രിയങ്കരിയായ ഗാന്ധി ഭവന്റെ പത്തനാപുരം ഗാന്ധി ഭവന്റെ ചെയർമാൻ ഡോക്ടർ ഷാഹിദ കമാൽ അവർ, ഏറെ പ്രിയപ്പെട്ട ഗാന്ധി ഭവന്റെ അമ്മ, ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട പ്രസന്ന സോമരാജൻ അവർ, ഏറെ പ്രിയപ്പെട്ട കല്ലുപതക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയങ്കരിയായ പ്രസിഡന്റ് ശാന്തിനി അവർ, ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രിയങ്കരിയായ പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സരിത പ്രതാപ് അവർ, ഏറെ പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്ത് അംഗം റീന മംഗലത്ത്, ഇവിടെ ഈ നാടിലെ ഏറ്റവും പ്രിയങ്കരിയായ നമ്മുടെ എല്ലാം ഓമന കുട്ടി, അതായത് സിവിൽ സർവീസ് പരീക്ഷയിൽ 95 റാങ്ക് നേടിയ ഈ നാടിന്റെ അഭിമാനമായ ശ്രീമതി ദേവിക പ്രിയദർശിനി, ഞങ്ങളുടെ എല്ലാം സ്നേഹനിധിയും പ്രിയങ്കരനുമായ സ്നേഹാശ്രമത്തിന്റെ പ്രിയപ്പെട്ട ഡയറക്ടർ പ്രിയങ്കരനായ പത്മാലയൻ രാജ് സാർ അവർ, ഏറെ പ്രിയപ്പെട്ട സ്നേഹാശ്രമത്തിന്റെ പ്രിയങ്കരനായ സെക്രട്ടറി PM രാധാകൃഷ്ണൻ സാർ അവർ, സ്നേഹാശ്രമത്തിലെ എന്നും പ്രിയങ്കരായ നിർവാഹക സമിതി അംഗങ്ങൾ, ക്ഷണിക്കപ്പെട്ട അതിഥികൾ, പ്രിയപ്പെട്ടവർ, സ്നേഹമുള്ളവ അച്ഛനമ്മമാർ, അതുപോലെ തന്നെ ഈ 6ാമത് വാർഷികാഘോഷവും 20 ഗോത്ര വിഭാഗ സമൂഹ വിവാഹവും കൂടെ നടത്തുവാൻ മനസ്സറിഞ്ഞ് സഹായിച്ച അമ്മ സന്തോഷ് എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തി, ഈ നാടിനേറെ പ്രിയപ്പെട്ട പൊതുനന്മയുള്ള നിരവധി നല്ല കാര്യങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന നമ്മുടെ പ്രിയങ്കരനായ അമ്മ സന്തോഷ് അവர்கள், എൻ്റെ പ്രിയ സുഹൃത്തും ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷന്റെ കൊല്ലം ജില്ലയുടെ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും കൊട്ടിയം മർച്ചന്റ് അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി കൂടിയായ പൊതുപ്രവർത്തകനും സാമൂഹിക പ്രവർത്തകനും പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകനുമായ ഞങ്ങളുടെ പ്രിയങ്കരനായ പളനി അവർ, ഏറെ സന്തോഷത്തോടുകൂടി ഈ സമൂഹത്തിന് വേണ്ടി വേണ്ടുന്ന സാമ്പത്തിക സഹായം ചെയ്ത നമ്മുടെ നാട്ടിലും വിദേശത്തുമായി നൂറുകണക്കിന് ഗൃഹനിർമ്മാണങ്ങൾ നടത്തി ലോകപ്രസിദ്ധമായ ലോറി ബേക്കേഴ്സിന്റെ ഉടമ പ്രിയങ്കരിയായ സുന്ദു സുനിൽ അവർ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തും സഹോദരനുമായ ഈ സമൂഹ വിഭാഗത്തിന് വേണ്ടി മനസ്സറിഞ്ഞ് വേണ്ടുന്ന സഹായങ്ങളെല്ലാം ചെയ്തു തന്ന ശ്യാം, ഏറെ പ്രിയപ്പെട്ട VM പിള്ള, പ്രിയപ്പെട്ട നാട്ടുകാരെ, പ്രിയപ്പെട്ടവരെ, ക്ഷണിക്കപ്പെട്ട അതിഥികളെ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന പ്രിയങ്കൻ, വളരെ നിറഞ്ഞ മനസ്സോടുകൂടിയാണ് നമ്മൾ 13 നിർവാഹക സമിതി അംഗങ്ങൾ ഇവിടെ നിൽക്കുന്നത്. കാരണം സ്നേഹാശ്രമത്തിൽ വെച്ച് 20 ഗോത്ര യുവതിവാക്കളുടെ വിവാഹം നമ്മൾ ക്ഷണിക്കപ്പെട്ട അതിഥികളുടെയും ബഹുമാനീയ മന്ത്രിയുടെയും നിറസാന്നിധ്യത്തിൽ ഇവിടെ വെച്ച് നമുക്ക് നടത്തുവാൻ കഴിഞ്ഞതിലുള്ള അഭിമാനമാണ്. സമൂഹത്തിലെ
ഗോത്ര വിഭാഗത്തിൽ അങ്ങനെ സാധാരണ പതിവായി വിവാഹ ചടങ്ങുകൾ വളരെ കുറവാണ്. അവരെ വിവാഹം നടത്തി അവരൊരു കുടുംബ ജീവിത അന്തരീക്ഷം ഉണ്ടാകണമെന്നും അവരുടെ ജീവിതത്തിൽ ആ കുടുംബ ജീവിതത്തിൽ അതിനൊരു ഏകം ഉണ്ടാവണമെന്നും ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ കല്ലുവാതക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ രജിസ്ട്രേഷൻ നടപടികൾ ഉൾപ്പെടെ ഈ ഹാളിൽ വെച്ച് നടത്തിക്കൊണ്ട് ഈ വിവാഹത്തിന് ഒരുങ്ങുകയാണ്. സമൂഹത്തിലെ നിരവധി നന്മകളും നല്ല കാര്യങ്ങളും ചെയ്യുന്ന നിരവധി ആൾക്കാർ നമ്മളോടൊപ്പം ഉണ്ട്. ഒരു മനസ്സായി നിന്നതുകൊണ്ട് ഈ സമൂഹ വിവാഹം നടത്തുവാൻ മനസ്സ് കാട്ടിയ മുഴുവൻ പേരെയും വളരെ സ്നേഹത്തോടുകൂടി വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത്. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാം പ്രിയങ്കരി ഈ നാടിന്റെ വരുന്ന എല്ലാ ചടങ്ങുകളിലും എല്ലാ ആഘോഷ പരിപാടികളിലും എല്ലാ പൊതുപരിപാടികളിലും നിറസാന്നിധ്യമായി നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ പ്രിയ സഹോദരി, നേരത്തെ നമ്മുടെ ഡയറക്ടർ സൂചിപ്പിച്ചതുപോലെ ഈ വിവാഹ ചടങ്ങ് ഇവിടെ നടക്കുന്ന ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനും അവർക്ക് താലിമാല ഉൾപ്പെടെ ഉള്ളത് എടുത്തു കൊടുക്കുവാൻ ഈ വേദിയിൽ വന്ന് അത് ചെയ്തു തരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ നിരവധി പരിപാടികൾ ഉണ്ടെന്നിട്ട് പോലും അത് മാറ്റിവെച്ച് ഈ കൃത്യസമയത്ത് തന്നെ ഈ ചടങ്ങിന് എത്തിച്ചേർന്ന നമ്മളെല്ലാം എന്ന് മനസ്സിൽ വെച്ച് ഏറെ ആദരവോടുകൂടി ആരാധനയോടുകൂടി നോക്കിക്കാണുന്ന ബഹുമാനിയായ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ചിഞ്ചിറാണി അവരുടെ ആദരവോടുകൂടി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടി ക്ഷണിക്കുകയാണ്. സ്നേഹസാന്ത്വനത്തിന്റെ ധ്രുവൻ സ്പർശം ഗാന്ധി ഭവൻ സ്നേഹാശ്രമത്തിലെ 6ാമത് വാർഷികവും 20 ഗോത്ര യുവതി യുവാക്കളുടെ മംഗല്യ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ശുഭമുഹൂർത്തത്തിലാണ് നമ്മൾ. ഭദ്രദീപം തെളിച്ച് ഈ പവിത്രമായ ചടങ്ങ് ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. കൊല്ലത്തിന്റെ ആരാധ്യയായ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ചിഞ്ചു റാണി അവരുകൾ നമ്മുടെ ഈ വേദിയിൽ ഭദ്രദീപം തെളിച്ചുകൊണ്ടാണ് ഇവിടെ ഈ ചടങ്ങ് നിർവഹിക്കുക. സർവമംഗളരൂപിണിയും അഭീഷ്ടവരദായിനിയും അന്നപൂർണേശ്വരിയും ജഗദമ്മയും ഭക്തവത്സരയും ആദ്യമകുസും പരമ്പൊരുളാണ്. ആദർഭവിച്ചു മടഞ്ഞു പോകുന്ന സകല ദിനത്തിനും ആധാരമൂർത്തിയായി ഇറ്റാജ്ഞാന ക്രിയാ ശക്തിസ്വരൂപിണിയായിരിക്കുന്ന അമ്മ ഭഗവതി വേളമാനൂരമ്മ, ഈ ദേശത്തിന്റെ ചൈതന്യമായ വേളമാനൂർ ഭഗവതിയുടെ പുണ്യഭൂമിയിൽ ഇതാ 20 ഗോത്രവർഗ യുവതി യുവാക്കളുടെ മംഗല്യ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന പവിത്രമായ മുഹൂർത്തത്തിന് ഭദ്രദീപം തെളിയുകയാണ്. ദീപം സർവ്വതിന്റെയും ഐശ്വര്യമാണ്. ദീപം സർവ്വതിന്റെയും ഐശ്വര്യം. പവിത്രമായ ഭദ്രദീപ ചടങ്ങാണ് ഇവിടെ. ആദ്യ ദീപം തെളിച്ചുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഈ 6ാമത് വാർഷികവും സമൂഹ വിവാഹ ചടങ്ങുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. കണ്ണ് കാണാൻ കൃഷ്ണമണി വേണം, അകക്കണ്ണ് കാണാനും കൃഷ്ണമണി തന്നെ വേണം. ശ്രീകൃഷ്ണൻ എന്ന അമൂല്യ മണി, അത് കഥയും കവിതയും സംഗീതവും നിറഞ്ഞ ആ പവിത്ര മുഹൂർത്തം പോലെ ഇവിടെ ഇന്ന് ജാതിമത ഭേദമന്യേ നൂറുകണക്കിന് പ്രിയപ്പെട്ടവരുടെ മകനീയ സാന്നിധ്യത്തിൽ ഇതാ ഗാന്ധി ഭവൻ സ്നേഹാശ്രമത്തിൽ ഈ വേളമാനൂരിന്റെ മണ്ണിൽ പുതിയൊരു ചരിത്രം എഴുതിക്കൊണ്ട് 20 ഗോത്രവർഗ യുവതി യുവാക്കളുടെ മംഗല്യ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന മുഹൂർത്തത്തിന് ഇതാ നിറദീപം തെളിയുകയാണ്. സർവ്വതിന്റെയും ഐശ്വര്യപൂരിതമാകുന്ന ദീപം ഇവിടെ തെളിക്കുകയാണ്. ഓരോരുത്തരായി ഓരോ ദീപങ്ങൾ തെളിച്ചു തെളിഞ്ഞു വരികയാണ്. തേങ്ങുന്ന മനസ്സുകൾക്ക് സ്നേഹത്തിന്റെ സാന്ത്വന സ്പർശം. ഗാന്ധി ഭവൻ സ്നേഹാശ്രമം. ബഹുമാനപ്പെട്ട നമ്മുടെ മിനിസ്റ്റർ, MLA, അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ ഗാന്ധി ഭവൻ ചെയർമാൻ
ഡോക്ടർ സരിത കമാൽ തുടങ്ങി ഓരോരുത്തരും ആ ദീപം ഏറ്റുവാങ്ങി ഭദ്രദീപം തെളിച്ചുകൊണ്ട് നമ്മുടെ ഈ 6ാമത് വാർഷികം ഗാന്ധി ഭവന്റെ 6ാം വാർഷികവും 20 ഗോത്രവർഗ യുവതി യുവാക്കളുടെ വിവാഹ ചടങ്ങ് ഔപചാരികമായി ഭദ്രദീപം തെളിച്ച് ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ്. തെളിച്ചോട് ഓരോരുത്തരായി നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അംഗം ഉൾപ്പെടെ ഭദ്രദീപം തെളിക്കുകയാണ്. സ്നേഹാശ്രമത്തിന്റെ ചെയർമാനും അതുപോലെ സെക്രട്ടറി അതുപോലെ ഡയറക്ടർ ഉൾപ്പെടെ എല്ലാവരും ആ ദീപം ഏറ്റുവാങ്ങി തെളിച്ചുകൊണ്ട് നമ്മുടെ പവിത്രമായ ചടങ്ങിന് ഇവിടെ ഭദ്രദീപം തെളിഞ്ഞിരിക്കുകയാണ്. ഭദ്രദീപം തെളിച്ച് നമ്മുടെ ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ജെ ചൂനാണി അവരുകൾ നിങ്ങളോട് സംസാരിക്കുന്നു. ഈ ചടങ്ങിന് ഏറെ ആദരവോടെ നമ്മുടെ മിനിസ്റ്ററെ സ്നേഹിക്കുകയാണ്. മിനിസ്റ്റർ വാക്കുകളിലേക്ക്. പ്രിയങ്കരനായ അധ്യക്ഷൻ സ്നേഹാശ്രമം ചെയർമാൻ കൂടിയായ ശ്രീ പ്രേമാനന്ദ അവർ, പ്രിയപ്പെട്ട സ്വാഗത പ്രസംഗകൻ സ്നേഹാശ്രമത്തിന്റെ ഡയറക്ടർ കൂടിയായ ശ്രീ പത്മാലയം ആർ രാധാകൃഷ്ണൻ അവർ, ഇവിടെ എത്തുമെന്ന് അറിയിച്ചിട്ടുള്ള പ്രിയങ്കരനായ കൊല്ലത്തിന്റെ MP ശ്രീ NK പ്രേമചന്ദ്രൻ, ചാത്തന്നൂരിന്റെ പ്രിയപ്പെട്ട MLA ശ്രീ GS ജയലാൽ, എത്തുമെന്ന് അറിയിച്ചിട്ടുള്ള MLA കൂടിയായ അഡ്വക്കേറ്റ് വി ജോണി, പ്രിയപ്പെട്ട ഗാന്ധി ഭവന്റെ ചെയർമാൻ കൂടിയായ ഡോക്ടർ ഷാഹിദ കമാൽ, അഡ്വക്കേറ്റ് MK ശ്രീകുമാർ, ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്ത്, ശ്രീമതി ശാന്തിനി കല്ലുവാതക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ശ്രീ M ഹസീന, ശ്രീമതി ആശാദേവി, ശ്രീമതി സരിത പ്രതാപ്, ശ്രീമതി റീന മംഗലത്ത്, സ്നേഹാദരം ഏറ്റുവാങ്ങുന്ന ഡോക്ടർ R പ്രഭുദാസ്, ഡോക്ടർ കമലാക്ഷി, ശ്രീമതി ദേവിക പ്രിയദർശിനി, സിവിൽ സർവീസ് പരീക്ഷയിൽ 95ാം റാങ്ക് നേടിയ മിടുക്കിയായ പെൺകുട്ടി, അതോടൊപ്പം തന്നെ നന്ദി പറയുന്ന ശ്രീ PM രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള പ്രിയങ്കരായ വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട വിശിഷ്ട വ്യക്തികളെ, പ്രിയങ്കരായ സ്നേഹാശ്രമത്തിലെ പ്രിയപ്പെട്ട അന്തോവാസികൾ, പ്രിയങ്കരായ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് എത്തിയിട്ടുള്ള പ്രിയപ്പെട്ടവർ, നമ്മുടെ ഈ 6ാമത് വാർഷികാഘോഷത്തിലും 20 ഗോത്രവർഗ യുവാക്കളുടെ വിവാഹ ചടങ്ങിലും പങ്കെടുക്കുവാൻ വേണ്ടി എത്തിച്ചേർന്ന കുടുംബാംഗങ്ങൾ, നമ്മുടെ വധുവരന്മാർ ഉൾപ്പെടെയുള്ള പത്രമാധ്യമ പ്രവർത്തകർ, വളരെ സന്തോഷപൂർവ്വമാണ് ഞാൻ ഈ വേദിയിലെത്തിയത്. നമുക്കറിയാം, ഇത്തരത്തിലുള്ളൊരു ചടങ്ങ് ഗാന്ധി ഭവൻ സ്നേഹാശ്രമം സംഘടിപ്പിക്കുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ വളരെ ആദരവോടുകൂടി തന്നെ ആ പരിപാടി ഞാൻ പങ്കെടുക്കാം എന്ന് നമ്മുടെ ഗാന്ധി ഭവന്റെ സെക്രട്ടറിയോടും നമ്മുടെ ശ്രീ രാധാകൃഷ്ണൻ സാറിനോടും ഞാൻ അന്ന് തന്നെ പറഞ്ഞതാണ്. കാരണം അത്തരത്തിൽ ഗോത്ര വിഭാഗങ്ങളിൽപ്പെടുന്ന ആൾക്കാർ നമുക്കറിയാം ഒരുപാട് ബുദ്ധിമുട്ടുന്ന സഹോദരി സഹോദരങ്ങളുടെ കുടുംബങ്ങളുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഗവൺമെൻറ് നിരവധിയായിട്ടുള്ള പ്രഖ്യാപനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും എല്ലാം എത്തുമെന്ന് എനിക്കറിഞ്ഞില്ല. പക്ഷേ ആ വിഭാഗത്തിലുള്ള ആൾക്കാരുടെ മക്കൾ നമുക്കറിയാം ഇന്ന് ചിലരൊക്കെ നല്ലതുപോലെ പഠിച്ച് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ ഉയർന്നു വരുന്നു. ആ വിഭാഗത്തിൻ്റെ ഇടയ്ക്ക് നമുക്കറിയാം കേരളീയരായിട്ടുള്ള ആൾക്കാർ സാധാരണ ഒരു വിവാഹം എങ്ങനെയാണ് നമ്മൾ നടത്തുന്നത്, ആ തരത്തിലേക്ക് ആ കുടുംബാംഗങ്ങളെ കൂടി കൊണ്ടുവന്ന് നമ്മോടൊപ്പം ചേർത്ത് പിടിക്കുക എന്ന
വലിയ ഉത്തരവാദിത്വത്തിലേക്കാണ് ഇന്ന് നമ്മുടെ ഗാന്ധി ഭവൻ സ്നേഹാശ്രമം ഇന്ന് എത്തിച്ചേർന്നത്. അതുകൊണ്ടാണ് 20 പേരുള്ള ആ യുവാക്കൾക്ക് 10 കുടുംബങ്ങളായി അവർക്ക് ഇവിടെ നിന്ന് ഈ വിവാഹം കഴിഞ്ഞ് പോകുവാൻ കഴിയുന്ന തരത്തിലേക്ക് സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള ഒട്ടേറെ ആൾക്കാരുടെ സഹായത്തോടു കൂടിയാണ് ഇത് ഇന്നിവിടെ ഗാന്ധി ഭവൻ സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, ഇതിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഒരു ചെറിയ വീടായിരുന്നു. ആ വീട്ടിൽ സന്ദർഭം ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. ഇത്രയും ചെറിയ ഗ്രഹത്തിനകത്ത് എങ്ങനെയാണ് ഈ ആൾക്കാരെ പാർപ്പിക്കുന്നത്. പക്ഷെ അവിടെ തിങ്ങി നിറഞ്ഞായി നമ്മുടെ അമ്മമാർ വളരെ സന്തോഷത്തോടു കൂടി അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും സംസാരിക്കുകയും ഇടപെടുകയും ഒക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അപ്പൊ അത്രയും സന്തോഷകരമായി സ്വന്തം വീടിന്റെ അവസ്ഥയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ഈ സ്നേഹാശ്രമത്തിൽ അത്തരത്തിലുള്ള അമ്മമാരൊക്കെ എത്തിച്ചേർന്നപ്പോൾ ഇന്ന് ആ സ്നേഹാശ്രമം കുറച്ചുകൂടി ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിക്കുവാൻ ഗാന്ധി ഭവന് കഴിഞ്ഞു. നമ്മുടെ പഴയ കെട്ടിടങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അവിടെ പുതിയ കെട്ടിടം സ്ഥാപിതമാക്കി വളരെ വിശാലമായി, നമുക്ക് കുറച്ച് സ്ഥലം 20 സെന്റേ ഉള്ളൂ എന്നുണ്ടെങ്കിലും ആ ഉള്ള സ്ഥലത്ത് വളരെ നല്ലതുപോലെ നമ്മുടെ ഈ അമ്മമാരെയും ഈ അച്ഛന്മാരെയും പാർപ്പിക്കുവാൻ നമുക്ക് കഴിയുന്നുള്ളത്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം, ധനം കൂടുമ്പോഴും കുടുംബത്ത് എനിക്ക് തോന്നുന്നു ഉത്തരവാദിത്വം വലുതായിട്ട് ഏറ്റെടുക്കുവാൻ പറ്റാതെ സ്വന്തം അച്ഛനമ്മമാരെ ഉപേക്ഷിക്കുന്ന ഒട്ടേറെ കുടുംബാംഗങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത്തരത്തിലുള്ള മകളും ഒക്കെയാണ് നമ്മുടെ ഈ അമ്മമാരെയും നോക്കുന്നത്. ഞാൻ ഈ അടുത്ത സമയത്ത് ചടയമംഗലത്ത് ഒരു കുടുംബം, ഒരു അമ്മ 6 മക്കളുമായിട്ട് ഈ ഗാന്ധി ഭവൻ പത്തനാപുരത്ത് വന്നത് ഞാൻ ഇന്നും ഓർക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ ആയുള്ളൂ. കാരണം അച്ഛൻ മരണപ്പെട്ടു പോയ ഒരവസ്ഥയും ആ കുടുംബത്തെ നോക്കുവാൻ ആരുമില്ലാത്തൊരവസ്ഥയും ആ വീട് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയും ആ കുടുംബാംഗങ്ങളെ ഒന്ന് മാറ്റി പാർപ്പിക്കണമെന്ന് അവിടുത്തെ ജനങ്ങൾ പറഞ്ഞപ്പോൾ അവരെ ചെന്ന് കാണുകയും ഗാന്ധി ഭവന്റെ ആൾക്കാർ തന്നെ നേരിട്ട് വന്ന് അവരെ ഏറ്റെടുക്കുന്നത് നമുക്ക് കാണുന്നു. പല കുഞ്ഞുങ്ങൾക്കും പലവിധ അസുഖങ്ങളുള്ള, നല്ല ആഹാരം കിട്ടാത്തതിന്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ കുടുംബം ഉണ്ടാക്കി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ കുഞ്ഞുങ്ങളെ കാണുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു കുടുംബാംഗങ്ങൾ നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ അവിടെ ഉണ്ട് എന്ന് കണ്ടപ്പോൾ അവരെ ഗാന്ധി ഭവനിൽ നമുക്ക് എത്തിക്കുവാൻ കഴിഞ്ഞതും ഗാന്ധി ഭവൻ 2 കൈയും നീട്ടി ആ കുട്ടികളെയും അമ്മയും ഏറ്റെടുത്തത് നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണുവാൻ. അതാണ് നമ്മുടെ കേരളത്തിൽ, പ്രത്യേകിച്ചും പത്തനാപുരത്തെ ഗാന്ധി ഭവൻ. ആ ഗാന്ധി ഭവൻ ഒരിക്കലെങ്കിലും അകത്ത് കയറി രോഗികളായിട്ടുള്ള അല്ലാതുള്ള നല്ലതുപോലെ ജീവിക്കുന്ന ഒട്ടനേകം ആൾക്കാർ അവിടെയുണ്ടെങ്കിലും അവരെയൊക്കെ ഒന്ന് കാണുവാൻ, അവരെയൊക്കെ ഒന്ന് എന്താണ് അവരുടെ പ്രശ്നങ്ങൾ ഒന്നുമില്ലെങ്കിലും അടുത്ത് ചെന്ന് ചില കുശലാന്വേഷണങ്ങൾ ഉൾപ്പെടെ നടത്തിയാൽ യഥാർത്ഥത്തിൽ അവരൊക്കെ വളരെ സന്തോഷം ഉള്ള ആൾക്കാരാണ്. പക്ഷെ ഒരിക്കലെങ്കിലും സ്വന്തം ബന്ധുക്കൾ, ആ അമ്മമാരെ, ആ അച്ഛന്മാരെ, ആ സഹോദരിമാരെ ഒന്ന് കാണുവാൻ അവിടെ എത്തണം എന്നുള്ളതാണ്. കാരണം നാളെ ഒരു കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മെ ഇതുപോലെ ഉപേക്ഷിക്കുന്ന ഒരവസ്ഥ നാളെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഉണ്ടാകും എന്നുള്ളൊരു ചിന്തയുണ്ട്. ഗാന്ധി ഭവനിൽ നമുക്കറിയാം, കുഞ്ഞുങ്ങളൊക്കെ കടന്നു വരികയാണ്. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഗാന്ധി ഭവനിലെത്തുന്നു, അമ്മമാരെയും അച്ഛന്മാരെയും കാണുന്നു, അവരോട് സംസാരിക്കുന്നു, അവരുടെ വിശേഷങ്ങൾ തിരക്കുന്നു. അതിന് വലിയ പ്രത്യേകതയാണ്. അവർ ഒരുപക്ഷെ ഈ മക്കൾ വരുന്ന ദിവസം അവർ കാത്തിരിക്കുന്ന ഒരവസരവും നമുക്ക് കാണുവാൻ കഴിയും. സാംസ്കാരിക കലാമേഖലകളിലൊക്കെ തന്നെ നിരവധിയായിട്ടുള്ള പരിശീലനങ്ങൾ നടത്തുവാൻ നമ്മുടെ ഈ ഗാന്ധി ഭവന് കഴിയുന്നു എന്ന് കേട്ടപ്പോൾ വളരെ അഭിമാനം തോന്നുകയാണ്. ആ തരത്തിലേക്കും ഗാന്ധി ഭവൻ ഉയർന്നു വന്നിരിക്കുന്നു. ഒട്ടേറെ ആൾക്കാർക്ക് തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ തക്ക രീതിയിലുള്ള സംരംഭങ്ങൾ, അതിന് വേണ്ടുന്ന ട്രെയിനിങ്ങുകൾ ഉൾപ്പെടെ കൊടുക്കുവാൻ നമ്മുടെ ഈ ഗാന്ധി ഭവന് കഴിയുന്നു എന്ന് കേട്ടതിൽ വളരെയധികം സന്തോഷം തോന്നി. ആ നിലയ്ക്കൊക്കെ തന്നെ നമ്മുടെ ഇന്ന് ഈ പാരിപ്പള്ളി അല്ലെങ്കിലും അവിടുന്ന് മാറി നമ്മുടെ വേളമാനൂർ ഇത്തരത്തിലുള്ള ഒരു ഗാന്ധി ഭവൻ ആരംഭിക്കുവാനും ആ ഗാന്ധി ഭവനിൽ ഒട്ടേറെ ആൾക്കാർ, നമ്മളിപ്പോൾ ഇവിടെ പലരുടെയും പേര് പറഞ്ഞപ്പോൾ രാധാകൃഷ്ണൻ സാർ എടുത്തെടുത്ത് പറഞ്ഞു. ഓരോരുത്തരും അവർ തന്ന സംഭാവനകൾ, അവർ ഇവിടെ
വന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ഇതെല്ലാം കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഒരു വിഭാഗം ആൾക്കാരെ സഹായിക്കുവാൻ തയ്യാറായ ഒട്ടേറെ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ടെന്നുണ്ട്. ഈ വിഭാഗത്തിന് പോലും മുൻകൈ എടുക്കുവാനും ആ വിഭാഗത്തിൽ എത്തുന്ന ആൾക്കാർക്ക് സഹായം ഉൾപ്പെടെ കൊടുക്കുവാൻ തയ്യാറായ ഒരു വലിയ വ്യക്തിത്വത്തിന്റെ ഉടമകളെ നമ്മുടെ ഈ പ്രദേശത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നതും അഭിമാനമാണ്. 10 കുടുംബം ഗോത്രവർഗത്തിൽപ്പെടുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ അവരെയൊക്കെ വിവാഹം ചെയ്ത് വിടുമ്പോൾ തീർച്ചയായിട്ടും നാളെയും അവിടെ ഉണ്ടാകുന്ന കുട്ടികൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വിവാഹത്തിലൂടെ അവർ ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിയും. മുമ്പ് ഒട്ടേറെ ആൾക്കാർ, എനിക്ക് തോന്നുന്നു 19 പേരെ ഈ വിവാഹം നടത്തിയെടുക്കുവാൻ പത്തനാപുരം നമ്മുടെ ഗാന്ധി ഭവനിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇത്തവണ അവിടെ നിന്നും വ്യത്യസ്തമായി നമ്മുടെ ഈ പുതിയ ഗാന്ധി ഭവനിലേക്ക് നമുക്ക് അവരെല്ലാം എത്തിക്കുവാനാണ് കഴിഞ്ഞത്. ഇവിടെ ഈ ഗാന്ധി ഭവനിന്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന അതിന്റെ പ്രസിഡന്റ്, അതിന്റെ സെക്രട്ടറി എന്നറിയപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട രാധാകൃഷ്ണൻ സാറ്, അദ്ദേഹം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു അധ്യാപക സുഹൃത്താണ് എന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമാണ്. അദ്ദേഹത്തിന്റെ സ്കൂളുകൾ പലപ്പോഴും സന്ദർശിക്കുവാൻ അന്ന് ജില്ലാ പഞ്ചായത്തിൽ അംഗമായിരുന്ന കാലഘട്ടത്തിലും കൊല്ലം കോർപ്പറേഷനിൽ അംഗമായിരുന്ന കാലഘട്ടത്തിലും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായിട്ടുള്ള നൂതനങ്ങളായിട്ടുള്ള പദ്ധതികൾ സ്കൂളുകളിൽ ആവിഷ്കരിക്കുവാനും കുഞ്ഞുങ്ങളെയൊക്കെ പഠന നിലവാരത്തിൽ ഉയർത്തിക്കൊണ്ടുവരുവാനും ഒക്കെ കഴിഞ്ഞ ഒരു വലിയ വ്യക്തിത്വത്തിന്റെ ഉടമ കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റിന് ശേഷം അദ്ദേഹം, നമുക്കറിയാം അദ്ദേഹത്തിന്റെ മുന്നോട്ട് പോക്ക് നമ്മുടെ ഈ ഗാന്ധി ഭവനിലൂടെയാണ്. അതുകൊണ്ട് തന്നെ വളരെ മാതൃകാപരമായി ഗാന്ധി ഭവന്റെ പ്രവർത്തനം ഏറ്റെടുക്കുവാനും അദ്ദേഹത്തിന് കഴിയുന്നു എന്ന് എടുത്തു പറയാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഈ ഒരു അവസരത്തിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ ഈ സമൂഹ വിഭാഗത്തിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്ന വധു വരന്മാർക്ക് എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ നേർന്നുകൊണ്ട് ഔപചാരികമായി ഈ സമൂഹ വിഭാഗം ഔപചാരികമായി നമ്മുടെ ഇതിന്റെ ഇവിടുത്തെ ഈ സ്ഥാപനത്തിന്റെ 6ാമത് വാർഷികാഘോഷവും നിങ്ങളുടെ ഏവരുടെയും സാന്നിധ്യത്തിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സാന്നിധ്യം കൊണ്ട് ധന്യമാക്കി നമ്മോടൊപ്പം സ്നേഹവാക്കുകൾ പങ്കുവയ്ക്കുന്നതിനു വേണ്ടി ഇന്റർനാഷണൽ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ ഷാഹിദ കമാൽ അവരെ ക്ഷണിക്കുകയാണ്. ചെയർമാൻ ഗാന്ധി ഭവൻ പത്തനാപുരം, അവരുടെ വാക്കുകൾ കൂടി നമുക്ക് കേട്ടുകൊണ്ട് വിവാദത്തിലേക്ക് കടക്കാം. ഡോക്ടർ ഷാഹിദ കമാൽ. എല്ലാവർക്കും നമസ്കാരം. ഗാന്ധി ഭവൻ സ്നേഹാശ്രമം വേളമാനൂരിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ നടക്കുന്ന ഏറ്റവും സുന്ദരമായ മുഹൂർത്തങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ മഹനീയമായ ചടങ്ങിന് അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ഗാന്ധി ഭവൻ സ്നേഹാശ്രമം വേളമാനൂരിന്റെ ചെയർമാനായിട്ടുള്ള ശ്രീ പ്രേമാൻ സർ, സ്വാഗതം ആശംസിച്ച അധ്യാപകനുള്ള ഏറ്റവും മികച്ച അധ്യാപകനുള്ള ദേശീയ പുരസ്കാരം കരസ്ഥമാക്കിയിട്ടുള്ള പത്മാലയം രാധാകൃഷ്ണൻ സാർ, ഇന്ന് നമ്മളുടെ ഈ ചടങ്ങ് ഔപചാരികമായി ഒരമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തിരികൊളുത്തി ഉദ്ഘാടനം ചെയ്ത എന്റെ പ്രിയപ്പെട്ട സഹോദരി കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ക്ഷീര വികസന വകുപ്പ് മന്ത്രി ശ്രീമതി ജയൻസി റാണി അവർ, ഇവിടെ വന്ന് കടന്നു പോയിട്ടുള്ള MLA ശ്രീ JS ജയലാൽ അവർ, ഗാന്ധി ഭവന്റെ അമ്മ പ്രിയപ്പെട്ട പ്രസന്ന അമ്മ, കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി N ശാന്തിനി, ശ്രീമതി M ഹസീന, ശ്രീ ആശാദേവി, ശ്രീമതി സരിത പ്രസാദ്, വേളമാനൂർ സ്നേഹാശ്രമം ഗാന്ധി ഭവൻ സ്നേഹാശ്രമത്തെ നയിച്ചു കൊണ്ടുപോകുന്ന ശ്രീ PM രാധാകൃഷ്ണൻ അവർ, ശ്രീ തിരുവോണം രാമചന്ദ്രൻ പിള്ള അവർ, ശ്രീ ആലപ്പാട്ട് ശശിധരൻ അവർ, ശ്രീ കബീർ പാരിപ്പള്ളി അവർ, ശ്രീ B സുനിൽകുമാർ അവർ, ശ്രീ R D ലാൽ അവർ, ശ്രീ KM രാജേന്ദ്രകുമാർ അവർ, ഡോക്ടർ രവിരാജ് അവർ, ശ്രീ രാമചന്ദ്രൻ പിള്ള അവർ, ശ്രീ പള്ളിക്കൽ മോഹൻ അവർ, ശ്രീ അനിൽകുമാർ കടുക്കറ, ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഈ ധന്യ മുഹൂർത്തത്തിന്റെ സാക്ഷികളാകുവാൻ എത്തിയിട്ടുള്ള, വേദിയെ സമ്പന്നമാക്കിയിരിക്കുന്ന സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നെത്തിയിട്ടുള്ള ഏറ്റവും ആദരണീയരായ വ്യക്തിത്വങ്ങൾ, ഗാന്ധി ഭവന്റെ വിവിധ ബ്രാഞ്ചുകളിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകർ,
ഈ 10 ജോഡികൾ, ആ 10 ജോഡികളെ ഇവിടെ എത്തിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രയത്നം നടത്തിയിട്ടുള്ള ഞങ്ങൾ ഗാന്ധി ഭവന്റെ പ്രിയപ്പെട്ട ടീച്ചർ ശ്രീമതി കുഞ്ഞുമോൾ PK ടീച്ചർ ഒന്ന് എഴുന്നേൽക്കണം. അവരാണ് ഗാന്ധി ഭവന് വേണ്ടി എല്ലാ മാസവും ഞങ്ങൾ ഗാന്ധി ഭവൻ ഈ കോളനികളിൽ എല്ലാ മാസവും സന്ദർശിക്കാറുണ്ട്. ശ്രീമതി PK കുഞ്ഞുമോൾ വേദിയിലേക്ക് കടന്നു വരണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നല്ലൊരു കൈയടിയോടുകൂടി അവരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇന്ന് ഞങ്ങൾക്ക് ഈ വലിയ ഒരു ചടങ്ങ് നടത്തുവാൻ വേണ്ടി ഒട്ടനവധി സുമനസ്സുകളായിട്ടുള്ള നല്ല വ്യക്തിത്വങ്ങളുടെ അകമഴിഞ്ഞ സഹായം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അത് സാമ്പത്തിക സഹായം ലഭിച്ചിട്ടുണ്ട്, ആളാലുള്ള സഹായം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല മനുഷ്യരുടെ കൂട്ടായ പ്രയത്നത്തിലാണ് ഇന്ന് ഈ ചടങ്ങ് ഇവിടെ നടക്കുന്നത്. ഗാന്ധി ഭവനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനത്തോടു കൂടി ഞങ്ങൾക്ക് പറയാൻ കഴിയും, 70 ജോഡികളെയാണ് ഇതിനു മുൻപ് ഞങ്ങൾ ഗോത്രവർഗ വിഭാഗത്തിൽ നിന്ന് 70 ജോഡികളെയാണ് ഗാന്ധി ഭവന്റെ വിശാലമായ ആ ഹാളിൽ വെച്ച് വിവാഹിതരാക്കി അവരെ ദമ്പതികളാക്കി ഞങ്ങൾ വിട്ടത്. ഇന്ന് 10 ജോഡികൾ കൂടിയാകുമ്പോൾ 80 ജോഡികളുടെ വിവാഹം നടത്തുകയുണ്ടായി. അതുപോലെ കേരളത്തിന്റെ ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഗോത്രവർഗ വിഭാഗത്തിൽപ്പെട്ട 25 പിഞ്ചു കുഞ്ഞുങ്ങളെ ഈ കഴിഞ്ഞ വിജയദശമി ദിനത്തിൽ ലൂലു ഗ്രൂപ്പിന്റെ സഹായത്തോടുകൂടി ആദ്യമായി വനത്തിൽ നിന്ന് അവർ അനന്തപുരിയിലേക്ക് അവരൊരു യാത്ര ചെയ്യുകയുണ്ടായി. 2 ബസ്സുകളിലായി അവരുടെ മാതാപിതാക്കളെയും കൂട്ടി ലൂലു മോളിൽ വെച്ച് അവരെ എഴുത്തിനിരുത്തിയത് ആദരണീയനായ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ TK നായർ സാറും അതുപോലെ ഹൈക്കോടതി ജസ്റ്റിസ് ആയിരുന്ന ഹരിഹരൻ സാറുമാണ് അവർക്ക് ആദ്യാക്ഷരം കുറിച്ചു കൊടുത്തത്. ഞങ്ങളുടെ ആദരണീയനായ സെക്രട്ടറി ഡോക്ടർ പുല്ലൂർ സോമരാജൻ സാറ്, അദ്ദേഹമാണ് ഇന്നിവിടെ ആമുഖ പ്രഭാഷണം നടത്തേണ്ടിയിരുന്നത് ഈ ചടങ്ങിൽ. അദ്ദേഹം ഇന്നലെ പാലക്കാട് ഒരു പരിപാടിയിൽ പങ്കെടുത്ത് വൈകി രാത്രിയിൽ കനത്ത മഴയെ തുടർന്ന് യാത്ര നിർത്തിവെക്കേണ്ടി വന്നു. അദ്ദേഹം പാലക്കാട് നിന്ന് സഞ്ചരിക്കുന്നു. അദ്ദേഹത്തിന്റെ മനസ്സ്, അദ്ദേഹത്തിന്റെ ഹൃദയം മുഴുവൻ ഇവിടെയാണ് എന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയും. അദ്ദേഹം രാവിലെ തന്നെ വിളിച്ചു പറഞ്ഞു, അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയും ആശംസകളും എല്ലാം ഇവിടെ ഈ വധൂവരന്മാർക്ക് ദമ്പതികൾക്ക് അറിയിക്കണമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അങ്ങനെ ഓരോ പ്രവർത്തനങ്ങളും ഗാന്ധി ഭവൻ ഒരു സാധാരണ മനുഷ്യരിൽ നിന്ന് മാറി എല്ലാ മേഖലകളിലേക്കും ഗാന്ധി ഭവൻ കടന്നു. ഇവിടെ ആദരണീയായ ഉദ്ഘാടന ശ്രീമതി ചിഞ്ചുറാണി മാഡം പറഞ്ഞു, മാഡം കൂടി പങ്കെടുത്ത വിവാഹമാണ് ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഗാന്ധി ഭവന്റെ 20 ബ്രാഞ്ചുകളുണ്ട്. ആ 20 ബ്രാഞ്ചുകളിൽ ആദ്യമായി ഗാന്ധി ഭവൻ സ്നേഹാശ്രമം വേളമാനൂർ ഈ ഒരു ചടങ്ങ് ഏറ്റെടുത്തത് തീർച്ചയായും അതിന്റെ ഭാരവാഹികളെ ഗാന്ധി ഭവന് വേണ്ടി അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഞങ്ങളുടെ ഗാന്ധി ഭവന്റെ മറ്റ് ബ്രാഞ്ചുകളിൽ നിന്നിട്ടുള്ള ശിശുപാലൻ സാറും അതുപോലെ പ്രസന്നയും ഒക്കെ എത്തിയിട്ടുണ്ട്. നിങ്ങൾ ഈ ചലഞ്ച് ഏറ്റെടുക്കണമെന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ ചെയർപേഴ്സൺ എന്ന നിലയിൽ നിങ്ങളോട് വിനയപുരസരം പറയുകയാണ്. ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന ഏറ്റവും പ്രിയപ്പെട്ട ദമ്പതികൾ, ഈ ദമ്പതികൾക്ക് അവരുടെ ജീവിതത്തിൽ കാരണം ഇത്തരം ഒരു തീരുമാനം ഗാന്ധി ഭവൻ ഏറ്റെടുക്കാനുണ്ടായ കാരണം ഇവിടെ നമുക്കറിയാം, ഇവരൊക്കെ പലപ്പോഴും ലിവിംഗ് ടുഗദറായിട്ടാണ് ജീവിക്കുന്നത്. അങ്ങനെ ലിവിംഗ് ടുഗദറായി ജീവിക്കുമ്പോൾ അവർക്ക് ജനിക്കുന്ന മക്കൾക്കൊക്കെ ഒരു കുടുംബത്തിന് കിട്ടേണ്ട ആനുകൂല്യങ്ങളും അവകാശങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളത് കൊണ്ട് അവരെ നിയമപരമായി വിവാഹം കഴിച്ച് ദമ്പതികളായി കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന കുടുംബം എന്ന ആ സങ്കല്പത്തിലേക്ക് അവരെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഗാന്ധി ഭവൻ ഇത് നടത്തുന്നത്. ഇനിയും ഗാന്ധി ഭവൻ ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ. ഇന്ന് ഒരുപാട് വ്യക്തിത്വങ്ങൾ ഈ പ്രദേശത്തുള്ള എല്ലാവരും അവരുടെ മക്കളുടെ വിവാഹം നടക്കുന്ന സന്തോഷത്തോടു കൂടിയാണ് ഈ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരെയും ഗാന്ധി ഭവൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങ് ഇവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടുകാരിയായിട്ടുള്ള ഇവിടെ നിന്ന് ഈ വേളമാനൂരിന്റെ അഭിമാനമായി നാളെ ഈ വേളമാനൂരിന്റെ അഭിമാനമായി ഭരണശിലാ കേന്ദ്രത്തിലേക്ക് എത്താൻ പോകുന്ന നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള ശ്രീമതി ദേവിക പ്രിയദർശിനിക്ക് നല്ലൊരു കൈയടി കൊടുക്കുക. വേളമാനൂരിന്റെ അഭിമാനമാണ്. അവരെയും ഇന്ന് ഇവിടെ
ആദരിക്കുന്നുണ്ട്. അവർക്കും ഗാന്ധി ഭവൻ കുടുംബത്തിന്റെ ആദരവ് സമർപ്പിക്കുന്നു. ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് എല്ലാവരും നല്ല സുഭിക്ഷമായ സദ്യ ഒരുക്കിയിട്ടുണ്ട്. അതിൽ കൂടി പങ്കെടുത്ത് എല്ലാവരും ഭക്ഷണം കഴിച്ച് വളരെ സന്തോഷത്തോടു കൂടി വേണം ഇവിടെ നിന്ന് പോകാനെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഗാന്ധി ഭവൻ സ്നേഹാശ്രമം വേളമാനൂരിന്റെ സാരഥികളായിട്ടുള്ളവരെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒരുപാട് ക്ഷമ പറയേണ്ടി വരുന്നു. 12:15 12:45 ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിലാണ് 20 വിവാഹം നടക്കേണ്ടത്. സമയം സമാഗതമായി. ദയവായി പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഞങ്ങളുടെ സഹോദരിയാണ്, ജനപ്രതിനിധികൾ, പഞ്ചായത്ത് മെമ്പർമാർ ഞങ്ങളോട് ക്ഷമിക്കണം. 5 പേർക്ക് ബഹുമാന്യനായ മന്ത്രി ആദരവ് കൊടുത്തുകൊണ്ട് വിവാഹത്തിലേക്ക് കിടക്കുകയാണ്. നമ്മളെല്ലാവരും കൂടെ ചേർന്നാണ് ഇതെല്ലാം നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. അടുത്തതായി 5 പേരെ നമ്മുടെ സ്വന്തം മകള് ദേവിക പ്രിയദർശിനി ഉൾപ്പെടെ 5 പേരെ മന്ത്രി ഈ നാടിന്റെ സ്നേഹോപകാരം നൽകി ആദരിക്കും. സ്നേഹാദരവ് ചടങ്ങിലേക്ക് എല്ലാവരുടെയും മകനിക സാന്നിധ്യം സാദരം ക്ഷണിച്ചുകൊണ്ട് ആദ്യ സ്നേഹ ആദരവേറ്റുവാങ്ങുന്നതിന് വേണ്ടി സിവിൽ സർവീസ് പരീക്ഷയിൽ 95 റാങ്ക് നേടിയ നമ്മുടെ വേളമാനൂരിന്റെ അഭിമാനമായി മാറിയ ദേവിക പ്രിയദർശിനി ബഹുമാനപ്പെട്ട ക്ഷീരവികസന വകുപ്പ് മന്ത്രി ഈ ഉപഹാരം സമ്മാനിക്കുകയാണ്. ഒന്ന് കയ്യിൽ ചെല്ലാതെ നല്ല പ്രോത്സാഹനം. ഗാന്ധി ഭവൻ സ്നേഹാശ്രമത്തിന്റെ സ്നേഹാദരവ് ദേവിക പ്രിയദർശിനി ബഹുമാനപ്പെട്ട മിനിസ്റ്റർ നൽകി കഴിഞ്ഞു. രണ്ടാമതായി സ്നേഹാദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത് ഈ സമൂഹ വിവാദത്തിൽ പങ്കെടുത്തുകൊണ്ട് 2 ജോഡി വധൂവരന്മാരുടെ വിവാദത്തിന് മുഴുവൻ ചിലവും വഹിക്കുന്ന അമ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ശ്രീ VS സന്തോഷ് കുമാറാണ്. അദ്ദേഹത്തിന്റെ പ്രിയ ഭക്തിയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അമ്മ ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടി ശ്രീ VS സന്തോഷ് കുമാർ, ശ്രീജ മേഡം ഈ ഉപകാരം നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ നൽകുകയാണ്. അടുത്തതായി സ്നേഹ ആദരവേറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നത് ജീവകാരുടെ പ്രവർത്തകനും കൊട്ടിയം പത്മ ജുവലേഴ്സിന്റെ മാനേജിംഗ് ഡയറക്ടറുമായ നമ്മുടെ ഈ സമൂഹ വിഭാഗത്തിൽ 1 ലക്ഷം രൂപ സമർപ്പിച്ച ശ്രീ എസ് പളനിയവർ ഇതാ നമ്മുടെ 1 ലക്ഷം രൂപയാണ് വിവാഹ ചടങ്ങിന് അദ്ദേഹം നൽകിയത്. അപ്പോ അദ്ദേഹത്തിന് ഈ ചടങ്ങിലെ സ്നേഹാദരവും നമ്മുടെ മിനിസ്റ്റർ നൽകുന്നു. അത് ഏറ്റുവാങ്ങുന്നത് എസ് പളനിയവർ പത്മ ജുവലേഴ്സ് കൊട്ടിയം. അടുത്ത സ്നേഹാദരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത് ശ്രീമതി സിന്ധു മേഡം അവരുകളാണ്. സമൂഹ വിഭാഗത്തിന്റെ മകനായ ചടങ്ങുകൾക്ക് മുഖ്യ സാന്നിധ്യം വഹിക്കുന്ന ശ്രീമതി സിന്ധു അവരുകൾ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സ്നേഹ ഉപകാരം നൽകുന്നു. അടുത്ത സ്നേഹാദരവേറ്റ് ശ്യാമിന്റെ ഏറ്റവും അടുത്ത ഭാര്യയുടെ അന്ത്യത്തിന് വിവാഹമായതുകൊണ്ട് ശ്യാം ഉടമ ശ്യാം മൃദു പോയി ഉപഹാരം എത്തിക്കുന്നതാണ്. വിവാഹ ചടങ്ങുകൾ ആരംഭിക്കുന്നു. വിവാഹ ചടങ്ങുകൾ ക്രമീകരിച്ചിട്ടുള്ളത് ദയവായി നമ്മുടെ ടീച്ചർ ഉൾപ്പെടെയുള്ളവർ സമയബന്ധിതമായത് നടത്താൻ ഞങ്ങളോട് സഹകരിക്കണം. ഇവിടെ എഴുതി കൊടുത്തിട്ടുള്ള ക്രമത്തിലാണ് വിവാഹം നടക്കുന്നത്. ആദ്യം വിപിനും സൂര്യയും വിവാഹിതരാകും, മനുമോനും ശ്രീജിതയും അടുത്തത്, അനിരുദ്ധം. ആ ക്രമത്തിലാണ് നമ്മൾ കസേര അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓരോ ജോഡി വധൂവരന്മാർ വേദിയിലേക്ക് വരുമ്പോൾ വധുവിന്റെയും വരന്റെയും മാതാപിതാക്കളും വരന്റെ സഹോദരിയും കൂടി വേദിയിലേക്ക് വരണം. വളരെ ചിന്തയോടുകൂടി ഈ വിവാഹം നടത്താൻ ദയവായി സഹായിക്കണം. നമ്മുടെ ബഹുമാന്യായ മന്ത്രിയും നമ്മുടെ ചെയർപേഴ്സണും പ്രസന്ന സോമരാജ് അവരോട് കൂടി ഈ മാലകളെടുത്ത് വരന്റെ പിതാവിന് നൽകും. സ്പോൺസേഴ്സ് ഭൂമാല എടുത്ത് അവർക്ക് നൽകും. ചിട്ടയോടുകൂടി നടത്താൻ ടീച്ചർ ഉൾപ്പെടെ എല്ലാവരുടെയും സഹകരണം അപേക്ഷിക്കാം.
പ്രിയമുള്ളവരെ, ബേലമാനൂർ ഗാന്ധി ഭവൻ സ്നേഹാശ്രമത്തിലെ സമൂഹ വിവാഹം പത്തനംതിട്ട ശബരിമല വനമേഖലകളിൽ നിന്നും എത്തിച്ചേർന്നിരിക്കുന്ന 20 ഗോത്രവർഗ യുവതിവാദിയുടെ വിവാഹ മുഹൂർത്തമാണ്. ഇപ്പോൾ വിവാഹ മുഹൂർത്തം എത്തിച്ചേർന്നിരിക്കുന്നു. ആദ്യം നമ്മൾ വിവാഹ മണ്ഡപത്തിലേക്ക് ക്ഷണിക്കുന്നത് വിപിൻ സൂര്യ ജോഡികളെയാണ്. വിപിൻ സൂര്യ ജോഡിയോടൊപ്പം വധുവിന്റെയും വരന്റെയും അച്ഛനും അമ്മയും വരന്റെ സഹോദരിയും മാത്രം ഈ മണ്ഡപത്തിലേക്ക് വരില്ല. വരന്റെ അച്ഛൻ, വധുവിന്റെ അച്ഛനമ്മ, വരന്റെ സഹോദരി, താലി കെട്ടുന്നതിന് വേണ്ടി വരന്റെ സഹോദരി കൂടി. ആദ്യ ജോഡി വിപിൻ സൂര്യ ജോഡിയുടെ അച്ഛനും അമ്മയും കൂടി വരും. താലി എടുത്തു കൊടുക്കേണ്ടത് വരന്റെ അച്ഛനാണ്. വരന്റെ അച്ഛൻ കയറി വരും. വിവാഹത്തിന്റെ മുഹൂർത്തമാണ് ഇപ്പോൾ. സമൂഹ വിവാഹ മുഹൂർത്തം. ആദ്യം ജോഡി മണ്ഡപത്തിലേക്ക് വന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ 10 ജോഡി വധുവരന്മാരുടെ അച്ഛനും അമ്മയും വിളിക്കുന്ന ക്രമത്തിൽ ഇതിലേക്ക് വരണം. സഹോദരി ഉൾപ്പെടെ റെഡിയായി നിൽക്കണം. സമയം കളയരുത്. വരന്റെ അച്ഛനും അമ്മയും വധുവിന്റെ അച്ഛനും അമ്മയും സഹോദരി, വരന്റെ സഹോദരി മാത്രം. നല്ല സ്ഥലപ്പേര് കുറവാണ്. അപ്പോൾ എല്ലാവരും അതനുസരിച്ച് പറയും. ബഹുമാനപ്പെട്ട ശ്രീധരൻ വകുപ്പ് മന്ത്രി ശ്രീമതി ത്രിപുരാണി അവരുടെയും ഇന്റർനാഷണൽ ഗാന്ധി ഭവൻ ഇന്റർനാഷണൽ ട്രസ്റ്റ് ചെയർമാൻ ചെയർപേഴ്സൺ ഡോക്ടർ സാനില കമാൽ, നമ്മുടെ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഗാന്ധി ഭവൻ കുടുംബാംഗങ്ങളുടെ ചെയർമാൻ, മതക്കായ മംഗള സമൂഹ വിഭാഗത്തിന്റെ ആദ്യ ജോലി വിപിനും സൂര്യയും. വിപിൻ സൂര്യയെ താലി ചാർത്തുന്നു. വിവാഹ ചടങ്ങ് ഇത് കഴിഞ്ഞ് വരേണ്ടത് മനുമോനും ശ്രീജിതയുമാണ്. അവരുടെ അച്ഛനും സഹോദരി റെഡിയാകുന്നത്. മണ്ഡപത്തിൽ കയറി വിളിക്കാതെ അച്ഛനും അമ്മയും കൂടെ വേണം കേട്ടോ. വരന്റെ അച്ഛനും അമ്മയും. അതുപോലെ വരന്റെ സഹോദരി കാലി പിടിച്ച് കെട്ടുന്നതിലേക്ക് വരന്റെ സഹോദരി. അതിലേക്കില്ല ഫോട്ടോ എടുക്കുക. വിവാഹമുള്ള ഗാന്ധി ഭവൻ സ്നേഹാശ്രമത്തിൽ സ്നേഹ സാന്ത്വനത്തിന്റെ പൂർവ്വസ്പർശം. ഗാന്ധി ഭവൻ സ്നേഹാശ്രമം പത്തനംതിട്ട ഗാന്ധി ഭവന്റെ വേണമാനൂർ ബ്രാഞ്ച് ആദ്യമായി ഒരുക്കുന്ന സമൂഹ വിവാഹം. രണ്ടാമത്തെ ജോഡി മനുമോൻ ശ്രീജിത. അവരുടെ അച്ഛനും അമ്മയും സഹോദരിയും മനുമോന്റെ സഹോദരി ഉൾപ്പെടെ റെഡിയായിട്ടുണ്ട്. മണ്ഡപത്തിൽ പേരിട്ട് വിളിക്കാൻ വയ്യ.
ആദ്യ ജോഡി ഇതാ വിപിൻ സൂര്യക്ക് താലി ചാർത്തുന്നു. വിപിൻ സൂര്യക്ക് താലി ചാർത്തുന്നു. ഗാന്ധിഭവന്റെ പവിത്രമായ മണ്ഡപത്തിൽ നൂറുകണക്കിന് പ്രിയപ്പെട്ട സാന്നിധ്യത്തിൽ താലികെട്ട്. ആദ്യ ജോഡി വിപിൻ സൂര്യക്ക് താലി ചാർത്തുന്നു. വിവാഹത്തിന്റെ എല്ലാ ചുറ്റവട്ടങ്ങളോടുകൂടി തന്നെയാണ് നമ്മുടെ ഈ സമൂഹ വിവാഹം ഒരുങ്ങിയിട്ടുള്ളത്. രണ്ടാമത്തെ ജോഡി വധുവരന്മാരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മനുമോൻ ശ്രീജിത. മനുമോൻ വധു ശ്രീജിത. മനുമോൻ വധു ശ്രീജിത. ഇവരുടെ അച്ഛനും അമ്മയും. മനുമോന്റെ സഹോദരി കൂടെ വന്നേ. മനുമോന്റെ സഹോദരി കൂടെ വന്നു. വിവാഹം കഴിച്ചവര് വേദിയുടെ പുനഃപ്രാർത്ഥന. വിവാഹം കഴിഞ്ഞാൽ സഹോദരിയും അച്ഛനും അമ്മയും വേദിയിൽ മുന്നിലേക്ക് മാറുന്നതാണ്. അപ്പൊ അടുത്ത രണ്ടാമത്തെ ജോഡി മനുമോൻ ശ്രീജിത. ഇവരുടെ സഹോദരി, മനുമോന്റെ സഹോദരി, അച്ഛനമ്മ. കൂടുതൽ പേർക്ക് ഇക്കാമ സഹകരിക്കാത്തതുകൊണ്ടാണ് സഹകരിക്കുന്നത്. ബഹുമാനപ്പെട്ട നമ്മുടെ കൊല്ലത്തിന്റെ MP എത്തിച്ചേർന്നിരിക്കുന്നു. ഈ വിവാഹ മംഗള കർമ്മത്തിൽ വലിയ സാന്നിധ്യം വഹിക്കുന്ന MP സാധനങ്ങളുടെ സ്നേഹസ്വാഗതം. അപ്പോ MP ഉൾപ്പെടെ അല്ലാതെ സാധിക്കുകയാണ്. രണ്ടാമത്തെ ജോഡി മനുമോൻ ശ്രീജിത. ഇങ്ങോട്ടില്ല സാർ. അന്ന് നല്ലത് കാണാമല്ലോ. അടുത്ത പ്രേമേന്ദ്ര അതുകൊണ്ട് തന്നെ ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകുമാർ എത്തിയിട്ടുണ്ട്. സമൂഹ വിഭാഗത്തിൽ വധുവരന്മാർ ആശ്രയിക്കുക. ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ ശ്രീകുമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ ജോഡി മാലയെടുത്ത് കൊടുത്തത് നമ്മുടെ MP ആണ്. വധുവിന്റെ മാല എടുത്ത് നൽകി നമ്മുടെ MP ആണ്. രണ്ടാമത്തെ ജോഡി വധുവരന്മാർ വർണ്ണമാല്യം ചാർത്തുകയാണ്. വെള്ളമാലൂർ ഗാന്ധി ഭവൻ ശ്രീനിവാസത്തിലെ സമൂഹ വിവാഹ പാർട്ടി ജോഡി വധുവരന്മാർ വർണ്ണമാല്യം ചാർത്തും. ഇപ്പോൾ രണ്ടാമത്തെ ജോഡി മനുമോൻ ശ്രീജിത. മനുമോൻ ശ്രീജിതയ്ക്ക് താൽക്കാലി കാട്ടുന്നു. അടുത്ത ജോഡി അനുജിത്ത് സാന്ദ്ര. അനുജിത്ത് വരൻ, അനുജിത്ത് വധു സാന്ദ്ര. അവരുടെ അച്ഛനും അമ്മയും സഹോദരി. അനുജിത്തിന്റെ സഹോദരി.
സ്നേഹസാന്ത്വനത്തിന്റെ ദൂരസ്പർശം ഗാന്ധി ഭവൻ സന്നിധാനമാണ്. പത്തനംതിട്ട ശബരിമല വനമേഖലകളിലെ 20 ഗോത്രവർഗ യുവതിയുവാക്കളുടെ മക്കളുടെ സ്വപ്നമാണ് ഈ ഗാന്ധി ഭവന്റെ കതിർമണ്ഡലത്തിൽ ധന്യമാകുന്നത്. അടുത്ത വധു വരൻ കയറിവരിക. വരൻ അനുജിത്ത് വധു സാന്ദ്ര. അവരുടെ അച്ഛനും അമ്മയും തന്നെ കൂടെ അനുജിത്തിന്റെ സഹോദരി. വിവാഹം കഴിയുമ്പോൾ അവരുടെ സഹോദരിയും അച്ഛനും അമ്മയും പേരുന്നതാണ്. അടുത്ത പേര് അതേ വരിക. മൂന്നാമത്തെ ജോഡി അനുഗ്രഹം പാടുന്നു. അച്ഛന്മാർ അനുഗ്രഹം പാടുകയാണ്. മൂന്നാമത്തെ ജോഡി വരൻ അനുജിത്ത് വധു സാന്ദ്ര. ആരാധനായി നമ്മുടെ അഡ്വക്കേറ്റിന്റെ നേതൃത്വത്തിലെത്തിയവർ സംസ്ഥാന ശിവദർശനവും ശ്രീമതി ചിന്തുരാണിയവർ, ഇടുക്കിയിലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീകുമാർ, ഗാന്ധി ഭവൻ ഇന്റർനാഷണൽ ട്രസ്റ്റ് ചെയർപേഴ്സൺ ശ്രീമതി ഡോക്ടർ ശാരദ കമലവർ, എന്റെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശാന്തിനി അവർ, ഇതിന്റെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സരിതാ പ്രതാപ്, ഗ്രാമപഞ്ചായത്ത് അംഗം മൈനാമംഗലം ഉൾപ്പെടെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ മൂന്നാമത്തെ ജോലിക്ക് മാല കൈമാറുന്നു. ശ്രീ പളനി അവർ വിവാദത്തിന് മൂന്നാമത്തെ ജോഡി അനുജിത്ത് സാന്ദ്രയ്ക്ക് താലി ചാർത്തുന്നു. അനുജിത്ത് സാന്ദ്രയ്ക്ക് വർണ്ണമാലിയും അണിയിക്കുക. അടുത്ത ജോഡി നാലാമത്തെ ജോഡി വരൻ ബൈജു വധു ശ്രീകുട്ടി. അവരുടെ അച്ഛനും അമ്മയും ബൈജുവിന്റെ സഹോദരിയും റെഡിയാക്കുന്നു. നാലാമത്തെ ജോഡി വരൻ ബൈജു വധു ശ്രീകുട്ടി. വായ്പുരവിടാനാണ് പറയുന്നത്. മക്കളെ വായ്പുരവ് വേണ്ടത് അതുണ്ടെങ്കിൽ നമ്മൾ കർമ്മമാകുന്നു അതൊക്കെ പറയണം. വിവാഹത്തിന്റെ ഏറ്റവും വലിയ കർമ്മം എന്ന് പറയുന്നത് വായ്പുരവയിൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് പൂർത്തിയായി. പത്ത് ജോഡി വധുവരന്മാരാണ് ഇവിടെ വിവാഹിതരാകുന്നത്. അടുത്ത ജോഡി ബൈജു ശ്രീകുട്ടി. അടുത്ത വരൻ ബൈജു വധു ശ്രീകുട്ടി. രണ്ടുപേരുടെയും അച്ഛനും അമ്മയും ബൈജുവിന്റെ സഹോദരിയും വേദിയിൽ കടന്നു വരുന്നു. ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് അവരുടെ അച്ഛനും അമ്മയും സഹോദരിയും വേദിയിൽ നിന്ന് വീട്ടിലേക്ക് നിയമിക്കുക. വീട്ടിലേക്ക് വന്നപ്പോൾ സമയമായിരുന്നു.
അടുത്ത ജോലി കൗരവന്മാര് വൈകി ശ്രീകുട്ടിക്ക് കാല് ചേർക്കുന്നു. അഞ്ചാമത്തെ ജോഡി രഞ്ജിത്ത് മോൻ സാന്ദ്ര സനൽ. വരൻ രഞ്ജിത്ത് മോൻ, വധു സാന്ദ്ര സനൽ. ഇവരുടെ അച്ഛനും അമ്മയും സാന്ദ്ര, വധു, രഞ്ജിത്ത് മോൻ, വരൻ. നമ്മുടെ രഞ്ജിത്ത് മോന്റെ സഹോദരി വിനയായിരുന്നു. ബൈജു ശ്രീകുട്ടിക്ക് താഴെ ചേർക്കുകയാണ്. ബൈജു ശ്രീകുട്ടിയെ താഴെ ചേർത്തി തന്റെ ജീവിത സഖിയായി സ്വീകരിക്കുകയാണ്. ഗാന്ധി ഭവൻസിന്റെ ആശ്രമത്തിൽ എല്ലാ വിഭാഗത്തിലും എല്ലാ ചിത്രവട്ടങ്ങളും ഒരുക്കിക്കൊണ്ട് ഗാന്ധി ഭവൻസിന്റെ ആശ്രമത്തിൽ സമൂഹ വിവാഹം നമ്മൾ പങ്കെടുക്കുന്നു. അടുത്ത അഞ്ചാമത്തെ ജോഡി രഞ്ജുമോൻ സാന്ദ്ര സനൽ. അടുത്ത വധു സാന്ദ്ര സനൽ, വരൻ രഞ്ജുമോൻ. ഇവരുടെ അച്ഛനും അമ്മയും സഹോദരിയും രഞ്ജുമോന്റെ സഹോദരി ഉൾപ്പെടെ വിനയായിരുന്നു. വലത്തെ കൈ എടുക്കും. വലത്തെ കൈ, വലത്തെ കൈ, വലത്തെ കൈ. സാന്നിധ്യം കൊണ്ട് നമ്മുടെ സമൂഹ വിവാദ ചടങ്ങും വാർഷികാഘോഷങ്ങളും ഉദ്ഘാടനം നിർവഹിച്ചു. വധൂവരന്മാരെ അനുഗ്രഹിച്ച് ആശീർവദിച്ചുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ജയചി ജൂറാനി മറ്റൊരു പ്രോഗ്രാമിലേക്ക് പോകേണ്ടതുകൊണ്ട് മേഡം ഇവിടെ നിന്നും മറ്റൊരു പ്രോഗ്രാമിലേക്ക് പോവുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട ക്ഷീരവികസന വകുപ്പ് മന്ത്രി സാന്നിധ്യം കൊണ്ട് ധന്യമാക്കിയ ബഹുമാനപ്പെട്ട മനുഷ്യർക്ക് ഗാന്ധി ഭവൻ ശ്രീകാശ്രമത്തിന്റെ എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുകയാണ്. ചടങ്ങ് ധന്യമാക്കിയ നമ്മുടെ മിനിസ്റ്റർക്ക് ഗാന്ധി ഭവന്റെ പേരിലുള്ള എല്ലാവിധ നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തുകയാണ്. രഞ്ജുമോൻ സാന്ദ്ര സനൽ. രഞ്ജുമോൻ സാന്ദ്രയ്ക്ക് താലി ചാർത്തുന്നു. ആറാമത്തെ ജോഡി രാജേഷ് രാജു സൗമ്യ മോൾ. വിവാഹം കഴിഞ്ഞ ഉടൻ തന്നെ തൊട്ടടുത്ത സ്ഥലത്ത് നമ്മള് വിവാഹ സദ്യ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. ഇവിടെ വന്ന എല്ലാവരും വിവാഹ സദ്യ കഴിച്ചിട്ടേ പോകാവൂ, ദയവായി അപേക്ഷിക്കുകയാണ്. അതോടൊപ്പം ഈ വിവാഹം കഴിഞ്ഞാലുടൻ ഈ വേദിയിൽ നമ്മുടെ ഇവിടുത്തെ ഡാൻസ് ടീച്ചർ
ശ്രീമതി സരസ്വതി ടീച്ചർ അണിയിച്ചൊരുക്കിയ 19 കുട്ടികളുടെ നൃത്ത പരിപാടികളുണ്ട്. നമ്മുടെ നാട്ടിലെ കൊച്ചു കുട്ടികളാണ്. അവരെ കൂടി അനുഗ്രഹിക്കണം. പോകാൻ സദ്യ കഴിക്കണം. ഇതെല്ലാം കഴിയുമ്പോഴേ നമ്മുടെ ജോലി കഴിയുന്നുള്ളൂ. എല്ലാവരും ഞങ്ങളുമായി സഹകരിക്കണം. ആറാമത്തെ വരൻ രാകേഷ് രാജു, വധു സൗമ്യ മോൾ. ആറാമത്തെ വരനും വധുവും. വരൻ രാകേഷ് രാജു, വധു സൗമ്യ മോൾ. പത്തനംതിട്ട ശബരിമല വന മേഖലകളിലെ 20 ഗോത്രവർഗ യുവതി യുവാക്കളുടെ മംഗല്യ സ്വപ്നമാണ് ഇവിടെ ഗാന്ധി ഭവൻ സ്നേഹാശ്രമത്തിൽ സഫലമാകുന്നത്. വിവാഹ മണ്ഡപത്തിൽ രാകേഷ് രാജു, സൗമ്യ മോളോ. ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ ശ്രീകുമാർ വധുവിന് മാല കൈമാറുക. രാകേഷ് രാജു തന്റെ ജീവിതത്തിലേക്ക് സൗമ്യ മോളെ താലി ചാർത്തി തന്റെ ജീവിതത്തിലേക്ക് ഒപ്പം കൂട്ടുകയാണ്. ഗാന്ധി ഭവന്റെ സ്നേഹാശ്രമത്തിൽ നടക്കുന്ന സമൂഹ വിവാദത്തിൽ രാകേഷ് രാജു സൗമ്യ മോൾക്ക് താലി ചാർത്തുന്നു. ഏഴാമത്തെ ജോഡികൾ വരൻ സുതിമോൻ, വധു റമീഷ. വരൻ സുതിമോൻ, വധു റമീഷ. ഇവരുടെ അച്ഛനും അമ്മയും സുതിമോന്റെ സഹോദരിയും റെഡിയായിരിക്കുക. ഏഴാമത്തെ ജോഡി. അടുത്ത ജോഡി വന്നോളൂ. സുതിമോൻ, വധു രമീഷ. അവരുടെ അച്ഛനും അമ്മയും സുതിമോന്റെ സഹോദരിയും. ഡെവലപ്പിംഗ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ ശ്രീകുമാർ അവരുകൾ അവരുടെ വിവാഹ ചടങ്ങ് ധന്യമാക്കിക്കൊണ്ട് ആ ജോഡിയും ബാങ്കിലേക്ക് മാറണം. അപ്പൊ അവരുടെ അച്ഛനമ്മയും സഹോദരിയും ഈ ഹാളിലേക്ക് മാറണം. അടുത്ത ജോഡി സുതിമോൻ, രമീഷ. സമൂഹ വിവാഹം കഴിഞ്ഞാൽ ഉടൻ തന്നെ തൊട്ടടുത്ത് വിവാഹ സദ്യ. എല്ലാവരും വിവാഹ സദ്യയിൽ പങ്കെടുത്ത് പറയാമോ? എല്ലാവർക്കും വിവാഹ സദ്യ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ സമൂഹ വിവാഹം കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഈ സ്നേഹാശ്രമത്തിലേക്ക് വരുന്ന വഴിയിലാണ് നമ്മുടെ വിവാഹ സദ്യക്കുള്ള പന്തൽ ഒരുക്കിയിട്ടുള്ളത്. എല്ലാവരും അതിൽ പങ്കെടുക്കണം. 400 പേർ കൂടി സമീപത്ത് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമാണ് നമ്മൾ സദ്യാലയത്തിൽ ഒരുക്കിയിട്ടുള്ളത്. സമൂഹ വിവാഹ ചടങ്ങിന് നമ്മുടെ വിശിഷ്ട അതിഥികൾ മുഖ്യ കാർമ്മികത്വം വഹിക്കുകയാണ്. നമ്മുടെ സ്നേഹാശ്രമ കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, നമ്മുടെ വിശിഷ്ട അതിഥികൾ, MP, MLA മാർ, അതുപോലെ മന്ത്രി ഉൾപ്പെടെ എല്ലാവരും പങ്കെടുത്ത സമൂഹ വിവാഹം.
ചേച്ചി ചേച്ചി മാറിക്ക്. സമൂഹ വിവാദത്തിൽ പങ്കെടുത്തുകൊണ്ടുള്ള സുധിമോൻ രമേശയ്ക്കിത താലിചാർത്തി തന്റെ പ്രിയ സഖിയായി ഒപ്പം കൂട്ടുകയാണ്. സുധിമോൻ രമേശയ്ക്ക് താലിചാർത്തി ഗാന്ധി ഭവൻ സ്നേഹാശ്രമത്തിലെ കതിർമണ്ഡലത്തിൽ രമേശയ്ക്ക് താലിചാർത്തി തന്റെ ജീവിത സഖിയായി ഒപ്പം കൂട്ടുന്നു. അടുത്ത വധു വരന്മാർ സേതു അഷില, വരൻ സേതു, വധു അഷില. അവരുടെ അച്ഛനും അമ്മയും സഹോദരിയും വെളിയെ വരിക. എട്ടാമത്തെ ജോഡി വരൻ സേതു, വധു അഷില. സേതുവിന്റെ സഹോദരിയും വരിക. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന ട്രഷറർ കൊല്ലം ജില്ലാ സമിതിയുമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന ട്രഷററും ജില്ലാ പ്രസിഡന്റുമായ ശ്രീ ദേവരാജൻ സാറുകളും ഈ വിവാദ ചടങ്ങിൽ പങ്കെടുക്കാൻ ചേർന്നിരിക്കുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന ട്രഷററും ജില്ലാ പ്രസിഡന്റുമായ ശ്രീ ദേവരാജൻ സാറും ഗാന്ധി ഭവൻ കുടുംബത്തിലെ സമൂഹ വിഭാഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇപ്പോൾ വിവാദിതരാകുന്നത് സേതു അഷില. അഷില സേതുവിന് മാല ചാർത്തി, സേതു താലി ചാർത്തി തന്റെ സേതു അഷിലയ്ക്ക് താലി ചാർത്തുകയാണ്. അടുത്ത വരൻ അലക്സ്, വധു സുവർണ. അടുത്ത ജോഡി വരൻ അലക്സ്, വധു സുവർണ. ഇവരുടെ അച്ഛനും അമ്മയും അലക്സിന്റെ സഹോദരിയും. ദേവരാജൻ സാർ അദ്ദേഹം അവർക്ക് ഗണ്ട് നൽകി അവരെ അനുഗ്രഹിക്കുകയാണ്. ഉപകാരങ്ങൾക്ക് അവരെ അനുഗ്രഹിക്കുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ട്രഷററും ജില്ലാ പ്രസിഡന്റുമായ ശ്രീ ദേവരാജൻ സാറും ഈ ചടങ്ങിന് ലഭ്യമാക്കുന്നു. അടുത്ത ജോലി വിവാഹം കഴിച്ച താലിചാർത്തിയ വധൂവരന്മാരെല്ലാവരും ഈ വേദി തന്നെയുണ്ട്. ഈ താലിചാർത്ത് കഴിഞ്ഞ് എല്ലാവരും ഒരുമിച്ച് ഗാന്ധി ഭവന്റെ കുടുംബാംഗങ്ങളുമായി ചേർന്നൊരു ഫോട്ടോ സെഷൻ, നമ്മുടെ ബിസിനസ് കമ്മിറ്റിയിൽ എല്ലാവരും ചേർന്നുള്ള ഫോട്ടോ സെഷൻ അതൊക്കെയുണ്ട്. അതിനു മുമ്പ് നമ്മുടെ സദ്യ, വിവാഹം കഴിഞ്ഞാൽ ഇവിടെ വിവാഹ സദ്യ നൽകുന്നു. ഒൻപതാമത്തെ ജോഡി അലക്സ് സുവർണ. ഗാന്ധി ഭവൻ സ്നേഹാശ്രമം പത്തനാപുരം
ഗാന്ധിയുടെ എല്ലാമെല്ലാമായ അമ്മയാണ് മാല കൈമാറിയത്. സുവർണ്ണയ്ക്ക് മാല എടുത്തു കൊടുത്തത് നമ്മുടെ ഗാന്ധിയുടെ എല്ലാമെല്ലാമാണ്. ഒൻപതാമത്തെ ജോഡിയാണിപ്പോ വിവാഹിതരാകുന്നത്. ഒൻപതാമത്തെ ജോഡി അലക്സ് സുവർണ. വേളമാനൂരമ്മയുടെ എല്ലാവിധ അനുകൃത പുണ്യം ചൊരിഞ്ഞ പവിത്രമായ പുണ്യഭൂമിയിലിത 10 ജോഡി വധൂവരന്മാർ വർണ്ണമാല്യം ചാർത്തുന്ന പവിത്ര മുഹൂർത്തത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. വേളമാനൂരിനെ എന്നും ഓർക്കാൻ മനസ്സിൽ സൂക്ഷിക്കാൻ അലക്സ് സുവർണയ്ക്ക് താലി ചാർത്തുകയാണ്. സമൂഹ വിഭാഗത്തിലെ 10ാമത്തെ ജോഡിയെ നമുക്ക് ശ്രമിക്കാം. 10 ജോഡി പത്തനംതിട്ട ശബരിമല വനമേഖലയിലെ 20 ഗോത്രവർഗ യുവതി യുവാക്കളാണ് ഇവിടെ പവിത്രമായ ഇതിവിടെ വിവാദത്തിലാകുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ ഹോളിൽ നിന്നും ഒരു പോലീസ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സെക്രട്ടറി അറിയിക്കുകയാണ് പോലീസ് കിട്ടിയിട്ടുണ്ട്. ആരുടെ നോക്കണേ സൗകര്യമായി നോക്കിയാൽ മതി. ഈ 10 ജോഡിയും വിവാഹിതരായതിനു ശേഷം കൊല്ലത്തിന്റെ ഏറെ പ്രിയങ്കരനായ MP ശ്രീ NK പ്രേമേന്ദ്രൻ സാറും ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബഹുമാനായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK ശ്രീകുമാർ സാറും നമുക്ക് ഈ വധൂവരന്മാർക്ക് ആശംസകൾ ചൊരിഞ്ഞുകൊണ്ട് സംസാരിക്കും. അതിനുശേഷം മാത്രമേ നമ്മളിവിടുന്ന് പിരിയാവൂ. പ്രേമേന്ദ്രൻ സാറും അഡ്വക്കേറ്റ് MK ശ്രീകുമാർ സാറും ഈ വധൂവരന്മാർക്ക് ആശംസകൾ അറിയിക്കും. കാണത്തില്ല. പത്താമത്തെ ജോഡി ഗാന്ധി ഭവൻ സ്നേഹാശ്രമത്തിൽ 10 ജോഡി. അതിൽ 10ാമത്തെ ജോഡി വിദ്യ അഖിൽ വരൻ അഖിൽ വധു വിദ്യ. 10ാമത്തെ ജോഡി മാല കൈമാറുന്നത് കല്ലുവാടക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനികൾ വധുവിന് മാല കൈമാറി. വധു അത് വരനിലേക്ക് അണിഞ്ഞു. ഇനി താലിയുണ്ട്. ഈ വിവാദത്തിന്റെ മുഖ്യ കാർമ്മികത്വം നമ്മുടെ കല്ലുവാടക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും ഈ വാർഡ് അംഗവും ഈ വിവാദത്തിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നു. അപ്പോ വേളമാനൂർ ഗാന്ധി ഭവൻ സ്നേഹാശ്രമത്തിൽ 10 ജോഡി വധൂവരന്മാർ വർണ്ണമാല്യം ചാർത്തി കഴിഞ്ഞു. ഇത് കഴിഞ്ഞാൽ ഡാൻസ് പ്രോഗ്രാം നമ്മുടെ ഗാന്ധി ഭവൻ അങ്കണത്തിൽ നൃത്തം അഭ്യസിച്ച കുട്ടികൾ ഉൾപ്പെടെ ഗാന്ധി ഭവൻ നൃത്ത വിദ്യാലയത്തിലെ കുട്ടികളും കിഴക്കനേല ജവഹർ നൃത്ത വിദ്യാലയത്തിലെ കുട്ടികളും ചേർന്ന് അവതരിപ്പിക്കുന്ന നൃത്ത വിരുന്ന് ഈ താരികത്ത് കഴിഞ്ഞ് ഫോട്ടോ സെഷൻ കഴിഞ്ഞാൽ ഉടനെ ഈ വേദിയിൽ നൃത്ത വിരുന്ന് അവതരിപ്പിക്കും. നാദസ്വരം ഇനി നമുക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ ഈ പുണ്യഭൂമിയിൽ വിവാഹിതരായ 20 വധൂവരന്മാരെയും കൊല്ലത്തിന്റെ പ്രിയങ്കരനായ MP ശ്രീ NK പ്രേമചന്ദ്രൻ സാർ അവർ അദ്ദേഹത്തിന്റെ വാക്കുകൾ കൊണ്ട് അവരെ അനുഗ്രഹിക്കുന്നു. വളരെ വളരെ ആദരവോടുകൂടി ബഹുമാനായ കൊല്ലം MP-യെ ക്ഷണിക്കുന്നു. ഈ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ പ്രിയമുള്ള സഹോദരങ്ങളെ
സുഹൃത്തുക്കളെ, ഗാന്ധി ഭവൻ സ്നേഹാശ്രമം ഏളമാനൂരിന്റെ നേതൃത്വത്തിൽ പത്തനംതിട്ട ജില്ലയടക്കമുള്ള മലയോര മേഖലകളിൽ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട 20 യുവതീ യുവാക്കളുടെ മംഗല്യ കർമ്മത്തിനാണ് നിമിഷങ്ങൾക്ക് മുമ്പ് ഞാനും നിങ്ങളും സാക്ഷി വഹിച്ചത്. നമുക്കറിയാം, ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും സന്നദ്ധ സാമൂഹ്യ സേവന രംഗത്തെയും ആഗോള മാതൃകയെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന മഹത്തായ സാമൂഹ്യ സാംസ്കാരിക സ്ഥാപനമാണ് ഗാന്ധി ഭവൻ. ആ ഗാന്ധി ഭവന്റെ ആഭിമുഖ്യത്തിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വേളമാനൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് ആരംഭിച്ച ഗാന്ധി ഭവൻ സ്നേഹാശ്രമത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ഏറ്റവും മഹത്തരമായിട്ടുള്ള ഈ സൽക്കർമ്മത്തിന് ഇന്നിവിടെ സാക്ഷ്യം വഹിക്കുന്നത്. സാധാരണ സമൂഹ വിവാഹത്തിൽ നിന്നതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, മലയോര മേഖലയിൽ നമ്മുടെ മുഖ്യധാരാ രംഗത്തേക്ക് കടന്നു വരാൻ പല കാരണങ്ങളാൽ കഴിയാതെ പോയിട്ടുള്ള ഗോത്ര വിഭാഗത്തിൽപ്പെട്ട സാധാരണ കുടുംബത്തിൽപ്പെട്ട 20 യുവതീ യുവാക്കളെ കണ്ടെത്തി അവരുടെ മംഗല്യ കർമ്മത്തിനാണ് ഞാനും നിങ്ങളും സാക്ഷ്യം വഹിച്ചത്. ബഹുമാന്യായ മന്ത്രി അടക്കം MP അടക്കമുള്ള ഒട്ടനവധി ജനപ്രതിനിധികൾ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ അടക്കമുള്ള നിരവധി ജനപ്രതിനിധികളുടെയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളും അതുപോലെ സാമൂഹ്യ രംഗത്തും സാംസ്കാരിക രംഗത്തും പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും സാന്നിധ്യത്തിൽ വളരെ മനോഹരമായിട്ടുള്ള ഈ സൽക്കർമ്മത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞതിലുള്ള അഭിമാനം ഞാൻ ഈ അവസരത്തിൽ പങ്കുവെക്കുന്നു. പുതിയ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും, ഈ 10 ദമ്പതിമാർക്കും എല്ലാവർക്കും നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള ഹൃദയം നിറഞ്ഞ മംഗളാശംസകൾ നേർന്നുകൊണ്ട്, എല്ലാവിധമായ നന്മയും നേർന്നുകൊണ്ട് മഹത്തരമായ ഈ ചടങ്ങ്, ചരിത്ര പ്രധാനമായിട്ടുള്ള ഈ ചടങ്ങ് സംഘടിപ്പിച്ച ഗാന്ധി ഭവൻ, വേളമാനൂർ ഗാന്ധി ഭവൻ സ്നേഹാശ്രമത്തിന്റെ സംഘാടകരായിട്ടുള്ള സുഹൃത്തുക്കളെ പ്രത്യേകമായി അഭിനന്ദിച്ച് ആശംസകൾ ഒപ്പിച്ച് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. സാന്നിധ്യം കൊണ്ട് ചടങ്ങിനെ ധന്യമാക്കി നമ്മോടൊപ്പം പങ്കെടുത്ത ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK ശ്രീകുമാർ അവരെ ക്ഷണിക്കുകയാണ്. അഡ്വക്കേറ്റ് MK ശ്രീകുമാർ. യുവജീവിതം സംരക്ഷണമുള്ള പ്രിയപ്പെട്ടവർ, ഗാന്ധി ഭവന്റെ നേതൃത്വത്തിൽ നേരത്തെ MP സൂചിപ്പിച്ചതുപോലെ മലയോര മേഖലയിലെ പാവപ്പെട്ടവരെ പുതിയ ജീവിതത്തിന്റെ പുതിയ വഴികളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള സമൂഹ വിവാഹം, ജീവകാരുണ്യ പ്രവർത്തനങ്ങളടക്കം വയോജനങ്ങളെ സംരക്ഷിക്കുന്നതടക്കമുള്ള പ്രവർത്തനങ്ങളിൽ ഈ നാടിന് മാതൃകയായി നിൽക്കുന്ന ഗാന്ധി ഭവനും അതുപോലെ ഗാന്ധി ഭവന്റെ ഒരു ബ്രാഞ്ചായി പ്രവർത്തിക്കപ്പെടുന്ന വേളമാനൂർ ഗാന്ധി ഭവൻ സ്നേഹാശ്രമത്തിന്റെ നേതൃത്വം സംഘടിപ്പിച്ച ഈ മഹനീയ കർമ്മത്തെ അങ്ങേയറ്റം അഭിനന്ദിക്കപ്പെടുകയാണ്. അതുപോലെ പുതുതായി ജീവിതത്തിലേക്ക് എത്തിയിട്ടുള്ള മനോഹര മേഖലയിലെ ട്രൈബൽ മേഖലയിൽ നിന്ന് കണ്ടെത്തിയ 10 ജോഡികളുടെ വിവാഹം, അവരുടെ ജീവിതവും പുതിയ വഴിത്തിരിവിലേക്ക് ഉണ്ടാകട്ടെ, അവരുടെ ജീവിതം എന്നും നന്മയിൽ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന ട്രഷററും കൊല്ലം ജില്ലാ പ്രസിഡന്റുമായ ശ്രീ ദേവരാജൻ സാറിനെ ക്ഷണിക്കുകയാണ്. നമ്മുടെ കൊല്ലത്തിന്റെ MP ശ്രീ MK പ്രേമചന്ദ്രൻ അവർ, ജനപ്രതിനിധികൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഗാന്ധിഭവൻ സംഘാടകർ, സുഹൃത്ത് ശ്രീ രാമാനന്ദ അടക്കമുള്ള വിശിഷ്ട വ്യക്തികൾ, പ്രിയമുള്ള ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന സഹോദരി സഹോദരന്മാർ, ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ചവരൊക്കെ സൂചിപ്പിച്ചതുപോലെ ഗാന്ധിഭവൻ സ്നേഹാശ്രമത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് മലയോര മേഖലയിൽ വരുന്ന 10 വധൂവരന്മാരുടെ മംഗല്യം ചാർത്തിയിരിക്കുകയും അതിന് ഏറ്റവും കൂടുതൽ നമ്മുടെ ദൈവത്തോട് ഈ ഒരു അവസരം ഗാന്ധിഭവന്റെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം. ആഗോള തലത്തിൽ സേവന മേഖലയിൽ വലിയ ചുവടുവയ്പ്പുകൾ നടത്തുന്ന പത്തനാപുരം ഗാന്ധിഭവൻ അതിന്റെ ശാഖയായി വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ആരംഭിച്ച ഗാന്ധിഭവൻ സ്നേഹാശ്രമത്തിന്റെ പ്രവർത്തനവും അതോടൊപ്പം തന്നെ മുന്നേറുന്നു. വളരെ
ശ്രമകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സമൂഹത്തിനാകെ ഗുണകരമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ഇവിടെ ഇന്ന്